ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി ചെയ്യുകയാണ്, ഖുയ്റ സുലൈമാനു ബൈനൽ മുൽക്കി വൽ മാലി വൽ ഇൽമി ഫഖ്താറൽ ഇൽമാ ഫഅതാഹു അല്ലാഹു അൽ മുൽക വൽ മാല വൽ ഇൽമാ ലിഇഖ്തിയാരിഹിൽ ഇൽമാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സ്വഹാബ, ലോകം മുഴുവനും അടക്കി ഭരിക്കാൻ അവസരം കിട്ടിയതാകുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ജീവിതം നിങ്ങളൊന്നറിയണേ. എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത് എന്ന് ചിന്തിക്കണേ. ഖുയ്റലി സുലൈമാനു ബൈനൽ മുൽക്കി വൽ മാൽ, ബഹുമാനപ്പെട്ടതാകുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്തിയാറിന് അവസരം നൽകുകയാണ്. 3 വിഷയങ്ങൾ അദ്ദേഹത്തിന് അല്ലാഹു സമ്മാനിക്കുകയാണ്. ഖുയ്റ സുലൈമാനു ബൈനൽ മുൽക്കി, അധികാരം അല്ലാഹു നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം വേണമെങ്കിൽ നിനക്കെടുക്കാം, വേണ്ട വൽമാൽ സമ്പത്ത് വേണമെങ്കിലും നിനക്ക് കൈമുതലാക്കാം, വേണ്ട വൽ ഇൽമ മൂന്നാമതായി നൽകുന്നു. അറിവ് വേണോ സുലൈമാനെ നബിയെ, നിനക്ക് അറിവ് വേണോ? ഏതാണ് നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഫഖ്താറൽ ഇൽമ, സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രവാചകനല്ലയോ? ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗമാണ് അമ്പിയാക്കൾ. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം തിരഞ്ഞെടുക്കുകയാണ്, അറിവിനെ തിരഞ്ഞെടുത്തുവത്രേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅതാഹു അല്ലാഹു ലിസുലൈമാൻ അൽ മുൽക വൽ മാല വൽ ഇൽമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ തിരഞ്ഞെടുത്തതായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരത്തിന്റെ ചെങ്കോല് നൽകുകയത്രേ. തീർന്നില്ല. വൽ മാല, സമ്പത്ത് അല്ലാഹു നൽകുകയാണ്. എന്തുകൊണ്ടാണ് സവാബ ലിഇഖ്തിയാരിഹിൽ ഇൽമാ, അദ്ദേഹം തിരഞ്ഞെടുത്തത് അറിവിനെയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 3 കാര്യങ്ങൾ കൊടുക്കാണ്, സജഷൻ ചെയ്യാൻ, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അധികാരം വേണോ, സമ്പത്ത് വേണോ, ഫുലൂസ് വേണോ, അതല്ല നിനക്ക് ഇൽമ വേണോ, അറിവ് വേണോ? നമ്മളാണെങ്കിൽ എന്ത് തിരഞ്ഞെടുക്കും? ഫുലൂസ്. യാ അല്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതോടുകൂടി ഉള്ള എല്ലാം പോയി. ആദ്യം തന്നെ ഏതാ തിരഞ്ഞെടുത്തത്? ഇൽമ തിരഞ്ഞെടുത്താൽ. സുബ്ഹാനല്ലാഹ്, ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു അസാകിർ അവിടുന്ന് ഇത് വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു റളിയല്ലാഹു അൻഹു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അറിവിന്റെ മഹത്വം നിസാരമല്ല. അതിനാണ് ഇപ്പൊ ഇത് പറയുന്നത്. മദ്രസയുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ ഒരുമിച്ച് കൂടിയത്. പിന്നെ അത് തന്നെ തുടങ്ങാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പഠിക്കണേ മുഅ്മിനേ, നിസാരമല്ല അറിവ്. ഈ അറിവ് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ബഹുമാനപ്പെട്ടതാകുന്ന ശാഫി ഇമാം റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, എത്ര വലിയ മഹാനാണ്, മഹാൻ വ്യക്തിത്വമാണ്. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളിൽ മാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ജീവിത കാലഘട്ടത്തിൽ ആ ബഹുമാനപ്പെട്ടതാകുന്ന ശാഫി ഇമാമിനെ പറ്റി പറഞ്ഞു അത്രേ, നമ്മുടെ മദ്ഹബിന്റെ ഇമാമല്ലയോ ആലിമു ഖുറൈശിൻ, ഖുറൈശിൽ നിന്ന് വരുന്നതായ ഒരു പണ്ഡിതൻ, യംലഉ തിബാഖൽ അർളിൽ മാ, ലോകം മുഴുവനും വിജ്ഞാനം കൊണ്ട് നിറയ്ക്കും സഹാബ. ലോകത്തിന്റെ ചക്രവാളങ്ങളിൽ അദ്ദേഹം വിജ്ഞാനം കൊണ്ട് നിറയ്ക്കും സഹാബ. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിന്റെ അനുയായികൾ ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുകയാണ്. അവിടുന്ന് പഠിപ്പിച്ചതാകുന്ന നിദാന ശാസ്ത്രങ്ങളും കർമ്മശാസ്ത്രങ്ങളും അവിടുന്ന് പഠിപ്പിച്ചതാകുന്ന ഖായിദകളും വെച്ചുകൊണ്ട് അമൽ ചെയ്യാത്തവർ ലോകത്ത് വളരെ കുറവാണ്. അല്ലാഹുവിന്റെ റസൂൽ ഈ പറഞ്ഞത് ബഹുമാനപ്പെട്ടവരെ കുറിച്ചാണെന്ന് പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ ഏകോപിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഈജിപ്തിന്റെ മണ്ണിൽ ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം ചെയ്യുക. സുബ്ഹാനല്ലാഹ്, എത്ര മഹോന്നതനായ വ്യക്തിത്വമാണ്. ശാഫി ഇമാം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് പറയുകയാണ്,
ഷാഫി ഇമാമിന്റെ ഖബറിന്റെ ചാരത്ത് തന്നെ ഒരുപാട് മഹത്തുക്കളുടെ ഖബറുണ്ട്. സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുണ്ട്. തൊട്ടപ്പുറത്ത് മാറി ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളാഹിയുടെ ഖബറുണ്ട്. അല്പം കൂടി മാറി ബഹുമാനപ്പെട്ടതാകുന്ന വഖീ എന്ന് പറയുന്ന അവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുണ്ട്. ആ ഉസ്താദിനോട് ഒരിക്കൽ ബഹുമാനപ്പെട്ടവരെ പരാതി പറയുകയാണ്. ശകൗതു ഇലാ വഖീൻ സൂഅ ഹിഫളി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഉസ്താദേ എനിക്ക് മനപ്പാഠം ആവാൻ വളരെ പ്രയാസമാണ്. ആരാണ് ഈ പറയുന്നത്? ഒറ്റവട്ടം വായിച്ച് ഇങ്ങനെ ഒന്ന് പോയാൽ മതി, ഫുള്ള് ഹിഫള. ഇങ്ങനത്തെ ടീമാണ് പരാതി പറയുന്നത്. മനപ്പാഠമാക്കാൻ അങ്ങോട്ട് എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നും. ഒരു വട്ടം ഇങ്ങനെ ഒന്ന് വായിച്ചു പോയാൽ തന്നെ മനസ്സിലോട്ട് എന്ത് ചെയ്യും? പതിയും. അങ്ങനത്തെ ആളായിരുന്നു ആര്? ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾ ഇത്രയും വലിയതാകുന്ന ഒരു ഓർമ്മയുള്ളൊരു വ്യക്തിയെ ഞങ്ങൾ ആരും ദർശിച്ചിട്ടേ ഇല്ല. അത്രമേൽ കൂർമ്മ ബുദ്ധിയുള്ള ആളായിരുന്നു ആര്? ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മളൊക്കെ എന്ത് പറയണം? അദ്ദേഹം സ്വന്തം ഉസ്താദിനോട് പറയാണ്, എന്ത് ഞാൻ മറക്കാൻ വല്ലാത്ത മറവി തന്നെ ഉണ്ട്. ഉസ്താദിനോട് പരാതി പറയാൻ, ശകൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി ഫഔസാനി ബിതർകിൽ മആസി ഫഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖ്ഖുൻ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. ബഹുമാനപ്പെട്ടതാകുന്ന ഉസ്താദായ വഖീ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പൊന്നുമോനെ നിനക്ക് മനപ്പാഠമില്ല എന്ന് നീ പറയുകയാണ് എങ്കിൽ നിന്നോട് എനിക്ക് പറയാനുള്ളത്, പാപങ്ങളിൽ നിന്ന് പരിപൂർണമായി സുരക്ഷിതത്വം ഉണ്ടാവണേ. ഫഔസാനി ബിതർകിൽ മആസി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആർക്കാണ് വേണ്ടിയാണ് ഇത് പറയുന്നത്? മക്കൾക്ക് ബുദ്ധിയില്ല ഉസ്താദേ, ഓർമ്മയില്ല ഉസ്താദേ, പഠിക്കുന്നതൊന്നും തലയിൽ കയറുന്നില്ല എന്ന് പരാതി പറയുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പഠിക്കണേ. നമുക്ക് വേണ്ടി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എൻ്റെ പ്രിയ ഉസ്താദാകുന്ന വഖീ റളിയല്ലാഹു അൻഹുവിനോട് ഓർമ്മയെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, ഫൗസാനി ബിതർകിൽ മആസി. പൊന്നുമോനെ തെറ്റ് ചെയ്യരുതേ, തെറ്റ് പ്രവർത്തിക്കരുതേ, തെറ്റിലേക്ക് അടുക്കരുതേ, തെറ്റായ ചിന്ത മനസ്സിൽ വെച്ച് പോകരുതേ. തെറ്റ് ചെയ്യരുത്, തെറ്റിലേക്ക് പോകരുത്. എങ്കിൽ എന്തുകൂടും? തെറ്റ് ചെയ്യാതിരുന്നാൽ ഓർമ്മശക്തി വർദ്ധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ട് ഇൽമ എന്ന് പറയുന്നത് എന്താണ്? ഫഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖ്ഖുൻ. പരിശുദ്ധമാക്കപ്പെട്ടതായ അറിവ് അത് അല്ലാഹുവിൽ നിന്നുള്ള അറിവാണ്. അത് പടച്ചറപ്പിൻ്റെതാകുന്ന പ്രകാശത്തിൻ്റെതാകുന്ന പ്രഭയാണ്. കോടാനു പ്രകാശമല്ലയോ അല്ലാഹുവിൻ്റെ പ്രകാശം. ഫഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖ്ഖുൻ. അല്ലാഹുവിൻ്റെ പ്രകാശമാണ് ഇൽമ എന്ന് പറയുന്നത്. വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. അല്ലാഹുവിന്റെ പ്രകാശം എന്ന് പറയുന്നത് ഒരു ദോഷിക്ക് അല്ലാഹു നൽകുകയില്ല, ഒരു പാപിക്ക് അല്ലാഹു നൽകുകയില്ല. അതുകൊണ്ട് പൊന്നുമോനെ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണേ എന്ന് എൻ്റെ ഉസ്താദ് എന്നോട് പറഞ്ഞു എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ സംശുദ്ധമായ ജീവിതം നയിച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വരെ ഈ ഒരു ജീവിതം ശ്രദ്ധ വെച്ചുവെങ്കിൽ, തെറ്റുകളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കാൻ അവർ ബദ്ധശ്രദ്ധ പതിപ്പിച്ചുവെങ്കിൽ, മുസ്ലിമേ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം. അല്ലാഹുവിൻ്റെ നൂറിൽ നിന്ന്, നൂറാനിയത്തിൽ നിന്ന് അല്പം കിട്ടലാണ് ഈ ഇൽമ് എന്ന് പറയുന്നത്. സാരമല്ല, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അത് കൊടുക്കും. അള്ളാഹു ഉദ്ദേശിച്ചവന്റെ ഹൃദയത്തിൽ അത് കൊടുക്കുള്ളൂ. അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മദ്രസ, അത് കിട്ടാനാണ് ഈ ദറസ്, അത് കിട്ടാനാണ് അറബി കോളേജുകൾ, അത് കിട്ടാനാണ് ദീനി സിലബസുകൾ. മനസ്സിലാക്കി ഉൾക്കൊള്ളിൻ. ഈ ദീനി വഅദിന്റെ മജ്ലിസ്, ഈ ഒരു പ്രകാശം അല്പം കിട്ടാനാണ്.
അതിനു വേണ്ടിയിട്ടാണ് ഈ രാത്രിയിൽ ഇരുളിന്റെ വേളയിൽ നമ്മൾ ഒരുമിക്കുന്നത്. പ്രകാശത്തിന്റെ അരുണോദയ കിരണങ്ങൾ നമ്മളിലേക്ക് സന്നിവേശിക്കാനാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. അല്ലാഹു ആരാണ്? അവന് പ്രകാശമല്ലയോ പ്രകാശമല്ലയോ? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് ആകാശഭൂമികൾ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്തിന്റെ ഉടമയാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ അല്ലാഹു നൂറുൻ അലാ നൂർ പ്രകാശത്തിന്മേൽ പ്രകാശമാണ്. അതുകൊണ്ടല്ലേ ആ പ്രകാശത്തെ ആവാഹിക്കാൻ മൂസാ നബി അലൈഹിസ്സലാമിന് പോലും കഴിഞ്ഞിട്ടില്ല. ഇന്നും നിങ്ങൾ പോയി നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധമാക്കപ്പെട്ട തൂർ സീനാ പർവ്വതത്തിന്റെ ഒരു ഭാഗം കത്തിക്കരിഞ്ഞു പോയിരിക്കുകയാണ്. എന്ത് കാരണത്താലാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ വേണ്ടി നിർബന്ധം പിടിക്കുകയാണ് മൂസാ അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രകാശത്തിന്റെ ഒരൽപ്പം നൽകിയപ്പോ ഫസഇഖ മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി പോവുകയാണ്. ആ പ്രകാശം അടിച്ചു വീശിയതാകുന്ന പർവ്വതം നിമിഷ നേരം കൊണ്ട് കരിഞ്ഞു പോവുകയാണ്. ഇന്നും നിങ്ങൾ പോയി നോക്കി നേർക്ക് നേരെ തൂരി സീനാ പർവ്വതം വ്യക്തമായി കാണാൻ സാധിക്കും. അതിന്റെ അടുത്തുള്ള തുവാ താഴ്വര നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹിസ്സലാമിന് ദിവ്യബോധനം നൽകിയതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട തുവാ താഴ്വരയിൽ നിന്ന് നേർക്ക് നേരെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ തൂർ സീനാ പർവ്വതം. വല്ലാതെ കറുകറുത്തു പോയില്ലയോ? പരിശുദ്ധമാക്കപ്പെട്ടതായ പടച്ചറപ്പിന്റെ പ്രകാശം അടിച്ചു വീശിയപ്പോ ആ പ്രകാശത്തിൽ അല്പം കടന്നു വന്നപ്പോ ആ പർവ്വതം പോലും പരിപൂർണമായി കരിയുകയാണ്. അതിൽ നിന്നാണ് ഒരൽപ്പം അള്ളാഹു നമുക്ക് നൽകുന്നത്. എന്ത് ഇൽമെന്ന് പറയുന്നത്? നൂറുല്ലാഹി ലാ യുഅതാ ലിആസി. തെറ്റുകാർക്ക് അള്ളാഹു അത് നൽകൂല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ മോന് ബുദ്ധിയില്ല ഉസ്താദെ, ബുദ്ധിയില്ല എന്നൊക്കെ പറയണ ആദ്യം അവൻ്റെ കയ്യിൽ നിന്ന് മൊബൈലും അശ്ലീലതയൊക്കെ എടുത്ത് പിടിച്ച് മാറ്റി നന്നാക്ക്, എന്നാലേ ശരിയാവുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ഉള്ള ഇൻസ്റ്റഗ്രാമിലൂടെ ഗൾഫിൽ കിടക്കുന്ന പെണ്ണുങ്ങളുമായിട്ട് ഇവിടെ ചാറ്റ് ചെയ്തിട്ട് ഇറങ്ങി വന്നിട്ട് ഓർമ്മയില്ല. എന്തോ ഓർമ്മയില്ല? പെണ്ണുങ്ങളുടെ പേര് ഓർമ്മയില്ലാത്ത എന്താണ് സംഭവം? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കാം. ഇന്നിപ്പോ അതല്ലേ വലിയ മൊബൈലിൽ കൂടെയാണ് എല്ലാവരും പ്രണയ ജോഡികളെ തെരഞ്ഞെടുക്കുന്നത്. കാസർഗോഡുള്ള ഒരു സഹോദരൻ സൗദിയിലുള്ള പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്ന കഥ ഇപ്പൊ നോമ്പിന് മുമ്പ് എല്ലാവരും കണ്ടില്ലേ? എങ്ങനെ അടിച്ചുകൊണ്ട് വന്നു? മൊബൈൽ ഇൻസ്റ്റഗ്രാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടുന്ന് ചാറ്റ് ചെയ്തിട്ട് അവിടെയുള്ള പെണ്ണിനെ ഇളക്കി ഇവിടെ കൊണ്ടുവന്നു. അവള് ഫ്ലൈറ്റ് ഇറങ്ങിയത് മുതൽ തിരിച്ചു കയറി പോകുന്നവരും വരെ ലൈവ് ചെയ്തുകൊണ്ടിരുന്നു. ആണോ അല്ലയോ? മൊബൈലിലൂടെ പറയാൻ പേടിയാണ്. കാരണം ഏത് ആപ്പ് വഴി എങ്ങനെ ലൈൻ അടിക്കാൻ നോക്കി നടക്കുന്ന ഹോമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇപ്പൊ വാല് തരുന്നതിന് മുമ്പ് ഡൗൺലോഡും ചെയ്യും, സൗദിയിലോട്ട് കണക്ഷനും കൊടുക്കും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. പ്രിയമുള്ളവരെ, ശരിക്കും ശ്രദ്ധിക്കാൻ. അള്ളാഹുവിന്റെ ഇൽമ് അപാരമാണ്, അതിന് പരിധിയില്ലാത്തതാണ്, ഒരു പരിമിതിയുമില്ലാത്ത അറിവാണ് അള്ളാഹുവിന്റെ.
അതിൽ നിന്ന് ഒരല്പം മാത്രമാണ് ലോകത്തുള്ള സർവർക്കും അള്ളാഹു നൽകിയത് എന്ന് മനസ്സിലാക്കി. റബ്ബ് ആരാണെന്നുള്ളത് പഠിക്കണം, നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. ആരാണ് അള്ളാഹു? അതിനാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ കഹ്ഫ്, അൽ കഹ്ഫ് സൂറത്തിന്റെ അവസാനത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് കാനത് ലഹും ജന്നത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. ഈ ദുനിയാവിൽ സുഹൃതങ്ങൾ ചെയ്യുന്നവരെ അള്ളാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിൽ വിശ്വസിക്കുകയും നമസ്കാരങ്ങളെ ചിട്ടവെക്കുകയും നോമ്പുകളെ നോറ്റുവീട്ടുകയും സക്കാത്തുകളെ കൊടുത്തു വീട്ടുകയും പാവങ്ങളുടെ കണ്ണീരൊപ്പുകയും നിരാലംബരക്ക് അവലംബമാകുകയും നിരാശരർക്ക് ആശ്രയത്വം നൽകുകയും പരിശുദ്ധമായ ദീനിനെ സഹായികളായി വർത്തിക്കുകയും അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിച്ചുകൊണ്ട് ഈ ദുനിയാവാകുന്ന ഇഹലോക ജീവിതത്തിൽ മാന്യമായ ജീവിതം നയിക്കുകയും ചെയ്യുന്ന മുസ്ലിമേ, പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതായ സഹോദരി, കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. നാളെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസ് നൽകി നിങ്ങൾക്ക് വിരുന്ന് സൽക്കാരം നടത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതാണ്. ഖാലിദീന ഫിഹാ, അതിൽ ശാശ്വതരാണ്, ശാശ്വതത്വം ലഭിച്ചവരാണ്. സ്വർഗത്തിൽ പ്രവേശിച്ചവർ പിന്നീട് പുറത്തേക്ക് പോകേണ്ടതില്ല. ലാ യബ്ഗൂന അൻഹാ ഹിവലാ. സഹോദരാ സഹോദരി, ഈ ദുനിയാവിൽ 30, 40, 50, 60 വയസ്സ് മാത്രമാണ് നിനക്ക് ജീവിതമുള്ളത്. ഈ ജീവിത കാലഘട്ടത്തിൽ നമസ്കാരങ്ങളെയും ഇബാദത്തുകളെയും ശ്രദ്ധ തിരുത്തി ദീനിയായ കാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ ശാശ്വതമായി ജന്നാത്തുൽ ഫിർദൗസിൽ കഴിയടേ, അതിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരികയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇനി അള്ളാഹു പറയാൻ ശരിക്കും ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു പറയുന്നു അവന്റെ ഇൽമിനെ കുറിച്ച് പറയാൻ. قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, നബിയേ നബിയേ തങ്ങൾ ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ, ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി. ആകാശത്തിന്റെ അധിപനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബ്, എന്റെ സംരക്ഷകനായ അല്ലാഹു, ആ പടച്ച റബ്ബിന്റെ അറിവ് എത്ര അപാരമാണ്, അജയമാണെന്നറിയുമോ? ലൗ കാനൽ ബഹ്റു മിദാദാ, ഈ ലോകത്തുള്ളതാകുന്ന സർവ സമുദ്രത്തിലെയും ജലാശയത്തിലെയും ജലകണികകൾ മുഴുവനും മഷിയാക്കി മാറ്റുകയും അതുകൊണ്ടെല്ലാം അള്ളാഹുവിന്റെ അറിവിനെ രേഖപ്പെടുത്താൻ വേണ്ടി നിലകൊണ്ടാൽ സുബ്ഹാനല്ലാഹ് ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി. ലോകത്തുള്ളതാകുന്ന സർവജലാശയത്തിലെയും ജലഗണികകളെ മാറ്റിമറിച്ചിട്ട് അതിന്റെ തൽസ്ഥാനത്ത് മഷിയാക്കി കൊണ്ടുവരികയും ആ മഷി മൂലം പടച്ച റബ്ബിന്റെ കലിമത്തുകളെ, വചനങ്ങളെ, ഖുർആനികമാകുന്ന വാക്കുകളെ വിശദീകരിച്ചൊന്ന് എഴുതാൻ വേണ്ടി തയ്യാറായാൽ, അള്ളാഹുവിന്റെ അറിവിനെ രേഖപ്പെടുത്താൻ വേണ്ടി നിലകൊണ്ടാൽ, ലനഫിദൽ ബഹ്റു ഖബ്ല അൻ
തുഹ്ഫദ കലിമാതു റബ്ബി. എന്റെ രക്ഷിതാവാകുന്ന പടച്ച റബ്ബിന്റെ കലിമത്തുകളെ രേഖപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമിയുടെ 3 ഭാഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായ ജലാശയത്തിലെ മുഴുവൻ മഷികളും പരിപൂർണമായി വറ്റിപ്പോകുമത്രേ. അതുകൊണ്ട് മതിയാവുകയില്ല അള്ളാഹുവിന്റെ അപാരമാകുന്ന അറിവിനെ രേഖപ്പെടുത്താൻ. അത്രയേറെ വിശാലമായ അറിവാണ്, അത്രയേറെ വിശാലമാകുന്ന വിജ്ഞാനമാണ് അള്ളാഹുവിനുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. വലൗ ജഅനാ ബിമിസ്ലിഹി മദദാ. ഈ ഭൂമിയിലെ കേവലം ഒരു ഭാഗം മാത്രമാണ് കരയുള്ളത്, ബാക്കിയുള്ള 3 ഭാഗങ്ങളും ജലമാണ്, ജലാശയത്തിലാണ് നിലകൊള്ളുന്നത്. എന്നാൽ ആ ജലാശയത്തെ മുഴുവനും മഷികളാക്കി കൊണ്ടുവന്ന് രേഖപ്പെടുത്തിയാലും അള്ളാഹുവിന്റെ ഇൽമിനെ രേഖപ്പെടുത്താൻ പറ്റൂല എന്ന് മാത്രമല്ല, എത്ര 10 മടങ്ങ് ഈ ജലാശയത്തെ നിങ്ങൾ മഷികളാക്കി മാറ്റിയാലും അള്ളാഹുവിന്റെ അറിവിനെ രേഖപ്പെടുത്താൻ പറ്റുകയില്ല. അത്രമാത്രം അപാരമാണ്, അത്രമാത്രം അജയ്യമാണ് അള്ളാഹുവിന്റെ അറിവ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അത്ര അറിവാണ് അള്ളാഹുവിന്. അള്ളാഹുവിന്റെ അറിവിന് ഒരു പരിമിതിയില്ല സഹോദരിമാരെ, മനസ്സിലാക്കി. മറ്റൊരായത്ത് ശരിക്കും ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്നമാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു സബ്അതു അബ്ഹുരിൻ മാ നഫിദത് കലിമാത്തുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഒരു വെല്ലുവിളി നടത്തുകയാണ്. ലോകത്തുള്ളതാകുന്ന സർവ്വ വൃക്ഷലതാദികളും സസ്യലതാദികളും അതിൻ്റെതാകുന്ന ശിഖരങ്ങൾ മുറിച്ച് പേനയാക്കി മാറ്റിയാൽ ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും കഷ്ണം കഷ്ണമാക്കി മുറിച്ചു മാറ്റി അതിന്റെ ശിഖരങ്ങൾ കൊണ്ട് നിങ്ങൾ പേനയെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ കോടാനു കോടി പേനകൾ നിങ്ങളുടെ കൈവശം ലഭിക്കും. എന്നിട്ടോ അതുകൊണ്ട് ലോകത്തുള്ളതാകുന്ന സർവ്വജലാശയത്തെയും മഷികളാക്കി മാറ്റി 7 പ്രാവശ്യം അത്തരത്തിലുള്ളതാകുന്ന ജലാശയങ്ങളെ മഷികളാക്കി മാറ്റുകയും അള്ളാഹുവിന്റെ അറിവിനെ രേഖപ്പെടുത്താൻ വേണ്ടി നിലകൊള്ളുകയും ചെയ്താൽ രാവും പകലും പരിശ്രമിച്ചാലും അള്ളാഹുവിന്റെ അറിവ് അപാരമാ, അത് രേഖപ്പെടുത്തി തീർക്കാൻ പറ്റൂല എന്ന് പരിശുദ്ധമായ ഖുർആൻ. മനസ്സിലാക്കി നമ്മൾ അള്ളാഹുവിന്റെ ഇൽമ് അപാരമാണ്. ലോകത്ത് എത്രയെത്ര ഭാഷകളാണ് അള്ളാഹു പഠിപ്പിച്ചത്. വിവിധ ഭാഷകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചു നൽകി, വിജ്ഞാനം പഠിപ്പിച്ചു നൽകി, വ്യത്യസ്തമാകുന്ന അറിവുകൾ പഠിപ്പിച്ചു നൽകി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. പരിശുദ്ധമായ ഖുർആൻ അർ-റഹ്മാൻ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ പഠിപ്പിക്കുകയാണ്. കരുണാമയനായ അല്ലാഹു, കാരുണ്യവാനായ അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലെ 114 സൂക്തങ്ങളിലെ 113 സൂക്തത്തിന്റെ തുടക്കത്തിലും അല്ലാഹു ആരാണ് എന്ന് പരിചയപ്പെടുത്തുകയാണ്. മുസ്ലിമിനെ തീവ്രവാദിയായും ഭീകരവാദിയായും വർഗീയവാദിയായും ലോകത്ത് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയല്ലേ കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു സിനിമ തന്നെ പ്രദർശിപ്പിക്കുന്നത്. 32,000-ഓളം സ്ത്രീകളെ, ഈ കൊച്ചു കേരളത്തിലുള്ള സ്ത്രീകളെ മതപരിവർത്തനം നടത്തിയെന്ന് പോലും നഊദു ബില്ലാഹ്. അങ്ങനെ നടത്തിയിട്ടുണ്ട് എങ്കിൽ കുറ്റക്കാര് മുസ്ലിമല്ല സഹോദരങ്ങളെ. അത് ഈ നാട്ടിലേതാകുന്ന ഗവൺമെന്റ് തന്നെയാണ് അതിനുള്ളതാകുന്ന സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. 32,000-ഓളം ആളുകൾ ആ രീതിയിൽ മതപരിവർത്തനം നടത്തപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ കുറ്റവാളികളെ കണ്ടെത്തി യഥാവിധി ശിക്ഷ നൽകേണ്ടത് ഈ രാജ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥരാണ്, ഈ നാട്ടിലെ ഗവൺമെന്റ്
ഗവൺമെന്റാണ്. അതിന്റെ പ്രശ്നം മുസ്ലിമിന്റെ മേൽ കെട്ടിവെച്ച് മുസ്ലിം മുഴുവനും തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് എന്ന് പറയുന്നതിൽ പരിപൂർണമായി തെറ്റാണ്. അത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ അവരെ കണ്ടെത്തുകയും വേണ്ട വിധത്തിൽ കോടതിയിൽ കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്ത് അവർക്ക് വേണ്ടുന്ന ശിക്ഷകൾ വാങ്ങിച്ചു കൊടുക്കാനാണ് മുസ്ലിമീങ്ങളുടെ കാലഘട്ടത്തിലും ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഒരാളെയും ഞങ്ങൾ നിർബന്ധമായി റിക്രൂട്ട് ചെയ്യലില്ല? ദീനിൽ മതപരിവർത്തനത്തിന്റെ ആവശ്യമില്ല, ഒരാളെയും നിർബന്ധിച്ച് മുസ്ലിമാക്കേണ്ട ആവശ്യമില്ല. കാരണം പരിശുദ്ധമായ ദീനിൽ ആള് കൂടി വരുമെന്ന് പറഞ്ഞത് ലോകൈക ഗുരു ഹബീബ് മുഹമ്മദ് മുസ്തഫയാണ്. ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരാണ് എങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിമീങ്ങളാണ്. അവസാന കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോ മഹദി ഇമാമിന്റെ വരവോടുകൂടി മുസ്ലിമീങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമേ. ഇത് പറഞ്ഞിട്ടാണ് മുത്തുനബി പോയിട്ടുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് എത്രയെത്ര ആളുകളാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാന്തമായ തീരത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഖുർആൻ പഠിക്കുകയും ഖുർആനിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നതായ ഏതൊരു മനുഷ്യനും എത്തിച്ചേരുന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ തീരത്ത് തന്നെയാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ദീൻ എന്താണെന്ന് പഠിക്കണം. അല്ലാഹു പറയുകയാണ്, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. പരിശുദ്ധമായ ദീൻ കാരുണ്യമാണ്. അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നത് അവൻ കരുണാമയനാണ്, അവൻ കാരുണ്യവാനാണ്. 114 സൂക്തങ്ങളിലെ 113 സൂക്തത്തിന്റെ തുടക്കത്തിലും ബിസ്മി, അതിലെല്ലാം പറയുന്നത് എന്താ? ബിസ്മില്ലാഹി അർ-റഹ്മാനി അർ-റഹീം. അല്ലാഹുക്ക് എത്ര നാമമുണ്ട്? എത്രയുണ്ട്? 23. നനക്കില്ലല്ലോ, ഉറക്കം പറയും. 99. അങ്ങനെ നമ്മുടെ റഫീഖ് ചക്രപ്പാടം പറയുന്ന പോലെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ആമീൻ പറയും. ആമീൻ എന്തോ ഒരു കുറവ് പോലെ. നീ സുന്നികളല്ലേ പഠിച്ചവനെ. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ശ്രദ്ധിക്കണേ, 99 അല്ലേ? ഇന്നലില്ലാഹി ഇസ്മുമിആ ഇല്ലാ വാഹിദ. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട് സാബ. ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. 99 നാമങ്ങൾ മനപ്പാഠമാക്കി വെക്കുന്നവൻ സ്വർഗത്തിലാണ്. അല്ലാഹുവേ, പടച്ചറബേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അസ്മാഉൽ ഹുസ്ന. കാണാതെ അറിയാവുന്നവരൊന്ന് കൈ ഉയർത്തിക്ക്. എത്ര പേരുണ്ട്? പരിപാടി കഴിയുമ്പോൾ സ്റ്റേജിലേക്ക് എത്തി ഞാൻ ചൊല്ലിക്കും. ഇനി ഒന്നും കൂടെ ചോദിച്ചാൽ കൈ ഉയർത്തത്തില്ല. അല്ലാഹു ആക്കട്ടെ. എത്ര പേരുണ്ട്? ആരുമില്ല. ഒരാളവിടെ ഉണ്ട്. മാഷാ, അല്ലാഹു ബർക്കത്ത്. സ്ത്രീകളുടെ ഭാഗത്ത് ഉണ്ടോ? ഉണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. ഇസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കണം. ഇപ്പൊ ഈ വെക്കേഷൻ സമയത്തൊക്കെ സുഖമായിട്ട് മക്കളെ പഠിപ്പിച്ചുകൂടായിരുന്നു. ഒരു ദിവസം ഒരു പേജ് വെച്ച് പഠിച്ചാൽ തന്നെ 60 ദിവസം കൊണ്ട് 60 പേജ് പഠിച്ചത്. ബാക്കി എല്ലാ പേരും പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ കർണാടകയിൽ മിന്നും വിജയം വാങ്ങിയിട്ടുള്ളതാകുന്ന താരങ്ങളുടെ പേര് വരെ ഹിഫ്ള് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളാണ് നമുക്കിടയിൽ. എത്ര വോട്ട് കിട്ടി, എത്ര വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് ചോദിച്ചാൽ വരെ ഹിഫ്ള. സുബ്ഹാനല്ലാഹ്. 10 കൊല്ലം കഴിഞ്ഞ് ചോദിച്ചാലും പറയും. അങ്ങനത്തെ ആളുകളുണ്ട്. രാഷ്ട്രീയത്തോട് അത്രത്തോളം താല്പര്യം വെച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് അള്ളാന്റെ പേര് നമുക്കറിയില്ല. ഒരു 99 എണ്ണം. അത് വളരെ ലഘുവായ പേരുകളാണ്. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം യാ മലികു യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിനു യാ മുഹൈമിനു യാ അസീസു യാ ജബ്ബാർ യാ ഖാലിഖു യാ ബാരിഉ യാ മുസവ്വിറു യാ ഗഫാറു യാ ഖഹാറു യാ വഹാബു യാ റസാഖു യാ ഫത്താഹു യാ അലീമു എന്ന് തുടങ്ങുന്ന മഹനീയമായ നാമങ്ങൾ എന്തേ മുസ്ലിമേ നീ പഠിക്കാതെ പോയത്? പഠിക്കണത് ഇത്രയും വേഗം പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ മക്കൾക്ക് വളരെ സുഖമാണ്. മക്കളൊക്കെ ഒന്ന് ഇപ്പോഴൊന്ന് എടുത്തു കൊടുത്താൽ, ആ പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മക്കൾ പെട്ടെന്ന് പഠിക്കും. അങ്ങനെ ഒന്ന് മഗ്‌രിബിന് മുമ്പൊന്ന് ചൊല്ലിയിട്ടൊന്ന് ദ്വാരന്ന് നോക്കിയാൽ സുബ്ഹാനല്ലാഹ്. ദ്വായിന് ഇജാബത്ത് കിട്ടാൻ ബന്ധപ്പെട്ടതാണ് അസ്മാഉൽ ഹുസ്ന ഓതിയിട്ട് ദ്വാരൊക്കെ ഇജാബത്താണ്.
ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങളുണ്ട്, അതുകൊണ്ട് റബ്ബിനെ വിളിക്കണേ. ദുആഇന് ഇജാബത്താണ്, ഉത്തരമാണ്. അപ്പൊ എന്തിനാ ഇത് പറയുന്നത്? 99 നാമങ്ങളുണ്ട്, എന്നിട്ടും അല്ലാഹു തആല ഫാത്തിഹ സൂറത്തിലും അൽ ബഖറ, ആലി ഇംറാൻ തുടങ്ങിയിട്ടുള്ള എല്ലാ സൂക്തങ്ങളുടെയും തുടക്കത്തിൽ 113 സൂക്തത്തിന്റെയും തുടക്കത്തിൽ എങ്ങനെ കൊണ്ടുവന്നത്? ബിസ്മില്ലാഹി അർ-റഹ്മാൻ അർ-റഹീം എന്ന നാമമാണ് കൊണ്ടുവന്നത്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ വേറെ കൊണ്ടുവരാം, ബിസ്മില്ലാഹിൽ ഗഫൂരിൽ വദൂദ്. ഉദാഹരണം പറയാം, ആരെങ്കിലും കുറ്റം പറയണ്ട. ഓരോ സൂറത്തിലും വ്യത്യസ്തമായിട്ട് വേണം. 114 സൂറത്തുണ്ട്, അതിൽ ഓരോന്നിനും സെപ്പറേറ്റ് വെച്ചാലും റാഹത്തായിട്ടും 99 നാമം ഉൾക്കൊള്ളിക്കാം. അള്ളാഹ് കൊണ്ടുവന്നോ? ഇല്ല. എന്തുകൊണ്ട്? അള്ളാഹ് ആരാണെന്നുള്ളത് ലോകത്തെല്ലാവരും പഠിക്കണം. ഖുർആൻ എടുത്ത് വായിക്കുമ്പോൾ ആദ്യം തന്നെ എന്ത് വരണം? കരുണാനിധിയും കരുണാമയനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു. അള്ളാഹ് കരുണാമയനാണ്. തീവ്രവാദവും ഭീകരവാദവും എന്തിൽപ്പെട്ടതല്ല? ഇസ്ലാമിൽപ്പെട്ടതല്ല എന്നുള്ളത് ഖുർആന്റെ ആദ്യത്തെ വചനങ്ങൾ തന്നെ സുവ്യക്തമാണ്. എല്ലാ സൂറത്തും, ഏത് സൂറത്ത് എടുത്ത് വായിച്ചാലും അതിന്റെ ആമുഖം അത് തന്നെ. പഠിക്കണം നമ്മൾ. അള്ളാഹ്ക്ക് വേണമെങ്കിൽ 99 നാമത്തിൽ വേറെ എന്തൊക്കെ വിശേഷണ നാമങ്ങൾ ഏതെങ്കിലുമൊക്കെ ചേർക്കാം. യാദൽ ജലാലി വൽ ഇക്റാം ചേർക്കാം, ആര് ചോദിക്കാനില്ല, അവന്റെ കലിമയാണ്. ചേർത്തിട്ടില്ല അർ-റഹ്മാൻ അർ-റഹീം. അതാണ് ദീൻ. ദീൻ അതാണ്, കരുണയാണ്. ശരിക്കും മനസ്സിലാക്കി നമ്മൾ ആദ്യം മനസ്സിലാക്കി, എന്നിട്ട് മറ്റുള്ളവരത് പഠിപ്പിച്ചു കൊടുക്കൽ, അറിയിച്ചു കൊടുക്കൽ. എന്താണ് മുസ്ലിം? മുസ്ലിം എപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. എപ്പോഴും ചാനലുകാകുന്ന ചാനലുകൾ മുഴുവനും എല്ലാ സമയത്തും മുസ്ലിമിനെതിരെയാണ് എപ്പോഴും ചേക്കറുന്നത്. ഇന്നും നിങ്ങൾ ചാനൽ എടുത്ത് പറിച്ചു നോക്കി, വൈകിട്ടുള്ള 1 മണിക്കൂറത്തെ ചാനൽ ചർച്ചയിൽ എപ്പോഴും മുസ്ലിമിനെതിരെ ആയിരിക്കും എന്തെങ്കിലും പ്രശ്നം. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. എന്തുകൊണ്ടാണിത്? ഹക്കുള്ളത് കൊണ്ടാണ്, യാഥാർത്ഥ്യം അതായത് കൊണ്ടാണ് എല്ലാവരും അതിന്മേൽ കുതിര കയറുന്നത്. അങ്ങനെയാണത്. ബലമുള്ളതാകുന്ന മരത്തിലെ ആളുകൾ എന്ത് ചെയ്യുള്ളൂ? കല്ലെറിയുള്ളൂ. ഒന്നുമില്ലാത്ത ഓട്ടത്തെങ്ങിനകത്തോട്ട് എന്ത് എറിയാൻ? ബലമുള്ളതിലേ കല്ലെറിയുള്ളൂ. കാരണം അതിനകത്ത് നല്ല മാങ്ങ ഉണ്ട്, അതുകൊണ്ടാണ് അത് കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ് കല്ലെറിയുന്നത്. അപ്പൊ ആളുകൾ ഇങ്ങനെ എറിയും, സ്വാഭാവികം. അതിൽ നമ്മൾ പ്രയാസപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. നിരാശപ്പെടാതിരിക്കാനാണ് ഞാനിത് ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹ് ആരാണ്? നോക്കൂ നിങ്ങൾ, സൂറത്തുർ റഹ്മാൻ. അർ-റഹ്മാൻ കരുണാമയനാണ് അള്ളാഹു. الرحمن علم القرآن خلق الإنسان علمه البيان. പരിശുദ്ധമായ ഖുർആൻ ജനങ്ങളെ പഠിപ്പിക്കുന്നവനാണ് അല്ലാഹു. പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചവനാണ് അല്ലാഹു. ഖുർആനിന്റെ വചനങ്ങൾ ജനങ്ങളിലേക്ക് നൽകിയവനാണ് അല്ലാഹു. അവൻ ജനങ്ങളെ സൃഷ്ടിച്ചവനാണ്, മനുഷ്യരെ പടച്ചവനാണ് അല്ലാഹു. തീർന്നില്ല അല്ലമഹുൽ ബയാൻ. ജനങ്ങൾക്ക് ഭാഷ മൂലം പരിശുദ്ധമായ ദീൻ പഠിക്കാനുള്ള അവസരം നൽകിയവനാണ് അല്ലാഹു. അല്ലമഹുൽ ബയാൻ. 1000ഓളം ഭാഷകളുണ്ടത്രേ. ആ ഭാഷകൾ മുഴുവനും പഠിപ്പിച്ചവനാണ് അല്ലാഹു. എത്ര ഭാഷയാണ്? റഫീഖ് ചക്രപ്പാടത്തിന് തന്നെ എത്ര ഭാഷ അറിയാം? 4-5 ഭാഷ അറിയാം. ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട, ഓരോ സ്ഥലത്തിന് അനുയോജ്യമായിട്ട് അടിക്കും. ഉറുദു അടിക്കും, ഹിന്ദി, തെലുങ്ക്, തമിഴ്. എവിടെയെങ്കിലും പോയി പെടുമ്പോഴാണ് ഇതൊക്കെ വരുന്നതെന്ന് ഉള്ളു. അങ്ങനെയാണ്. വെള്ളം കിട്ടാതെ വരുമ്പോൾ അടിക്കും. അങ്ങനെയല്ലേ നമ്മൾ? അപ്പോൾ അവിടെ പോയിട്ട് ഉള്ളതൊക്കെ ഒപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ഓരോ രാജ്യത്തും വ്യത്യസ്തമായ ഭാഷകളാണ്. ചിലയിടത്ത് ഭാഷ മാത്രമേ ഉണ്ട്, ലിപികൾ ഉണ്ടാവൂല, എഴുത്തുണ്ടാവൂല. ഇപ്പൊ ദ്വീപുകാര്, ലക്ഷദ്വീപുകാര് ദിവേഗി എന്നുള്ളതാണ് അവരുടെ ഭാഷ. അതിന്റെ പേരെങ്ങനെയാണ്, പക്ഷെ അതിന് ലിപിയില്ല, എഴുത്തില്ല, സംസാരമുണ്ട്. കാസർഗോഡ് ജില്ലയിൽ തന്നെ അവർക്കിടയിൽ തന്നെ ചില ഭാഷകളുണ്ട്. തുളുവും നഗ്നിക്കും അവർക്കിടയിൽ ചില ഭാഷകൾ നമുക്കൊന്നും തിരിയൂല. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ കേട്ടിരിക്കുകയുള്ളൂ, ഒന്നും തിരിയൂല.
നമ്മൾ തിരിയണമെന്ന് നമുക്ക് മനസ്സിലാകണമെന്ന് കരുതിക്കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ വല്ലതും തിരിയും. ഇതുപോലെ തന്നെ ദ്വീപുകാർ അവർ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ അവർക്കിടയിൽ ഒരു കോഡ് ഭാഷയുണ്ട്. നമുക്കൊന്നും തിരിയൂല. കേട്ടു നിൽക്കുന്ന വാ വിളിച്ചിരിക്കും, എന്താ ഈ പറയുന്നത്? ലിപിയില്ലാത്ത ചില ഭാഷകൾ. ഇങ്ങനെ 1000ഓളം ഭാഷകളുണ്ട്. അല്ലമഹുൽ ബയാൻ. ഈ ഭാഷകളെ മുഴുവനും പഠിപ്പിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ എത്ര ഇൽമുകളെയാണ് ലോകത്ത് സമ്മാനിച്ചിരിക്കുന്നത്. ഈ ഭാഷകളിലൂടെയല്ലേ മനുഷ്യൻ അറിവ് സ്വായത്തമാക്കുന്നത്. മലയാളം അറിയാവുന്ന ആളുകൾ അതറിയാവുന്ന അധ്യാപകരുടെ അടുക്കൽ പോയിക്കൊണ്ട് മറ്റു ഭാഷകൾ തന്നെ സ്വായത്തമാക്കുന്നു. മറ്റു ഭാഷകൾ പഠിക്കുന്നു, അതിൻ്റെതാകുന്ന ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, തർജുമ ചെയ്തു പഠിക്കുന്നു, മറ്റു വിഷയങ്ങൾ പഠിക്കുന്നു. ഓരോരോ ഭാഷകൾ വ്യത്യസ്തമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ പഠിപ്പിച്ചവൻ ആരാണ്? അല്ലാഹുവാണ്. അപ്പൊ അല്ലാഹു എത്ര അറിവുള്ളവനാണ്. അതിനാണിത് പറയുന്നത്. റബ്ബിന്റെ അറിവ് എത്ര വിശാലമാണ്. ആയത്തുൽ കുർസി എടുത്തു പറിച്ചു നോക്കി അല്ലാഹു ആരാണെന്ന് പടച്ച റബ്ബ് വീണ്ടും ഒന്നുകൂടി ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇതാ ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് ശ്രദ്ധിക്കൂടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ അല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. الله أعلم. يعلم ما بين أيديهم وما خلفهم. നിങ്ങളുടെ കഴിഞ്ഞു പോയതാകുന്ന ഭൂതകാലത്തെ പറ്റി അറിയുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ്. يعلم ما بين أيديهم وما خلفهم. കഴിഞ്ഞു പോയ ഭൂതകാലത്തെ പറ്റി അറിയുന്നവൻ അല്ലാഹുവാണ്. വരാനിരിക്കുന്ന ഭാവികാലത്തെ പറ്റിയും വ്യക്തമായി അറിയുന്നവൻ അല്ലാഹുവാണ്. ولا يحيطون بشيء من علمه إلا بما شاء. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചവർക്ക് അറിയിച്ചു കൊടുത്തതായ അറിവല്ലാതെ ലോകത്തൊരു മനുഷ്യനും ഒന്നും തന്നെ അറിയുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിനെ കുറിച്ച് അറിയുന്നവരെ, അവനെ കുറിച്ച് പഠിക്കുന്നവരെ, മനസ്സിലാക്കുന്നവരെ, ലോകത്തേതെങ്കിലും വിഷയങ്ങളെ കുറിച്ച് വ്യക്തമായി നിനക്ക് ധാരണയുണ്ടാവണമെങ്കിൽ അത് അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമാണ്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. ഉദ്ദേശിച്ചെങ്കിലേ എന്തെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് എന്ത് വേണം? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഈ ഇൽമ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള ബോധം ആദ്യം വരണം. ചിലരുണ്ട് അറിവ് നേടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലായി അള്ളാഹേക്കാളും വലിയ ആളായിട്ട് നെഞ്ചത്തടിച്ച് നടക്കാൻ. അങ്ങനെയാണ്. ഒരല്പം അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പഠിപ്പിച്ച ഉസ്താദിനെ വേണ്ട, ഈ മുമ്പ് പഠിപ്പിച്ചതാകുന്ന അധ്യാപകർ വേണ്ട, ടീച്ചർ വേണ്ട. പണ്ട് നമ്മളെ പഠിപ്പിച്ച LKG UKG പഠിപ്പിച്ച ടീച്ചറെ കണ്ട വല്ല മൈൻഡ് ഉണ്ട്? നമ്മളിപ്പോ വലിയ ആളായി, ഒരു PhD എടുത്ത വലിയ ആളായി. അവര് സാധാ സീതാ ടീച്ചറാണെന്ന് പറഞ്ഞെടുക്കാൻ. അവർ LKG ആ അക്ഷരം എഴുതി തന്നോണ്ടാണ് ഇപ്പൊ ഈ കൊല്ലത്തിൽ നടക്കുന്നത്. അലിഫ് ബാ പഠിപ്പിച്ച ഉസ്താദുമാരെ ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്? അവരെ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യൂല. കാരണം എന്താ? പഴയ മൊല്ലാക്കല്ലേ, ഒന്നും അറിയില്ല. മൂപ്പർക്ക് അലിഫുബാവ് പഠിപ്പിച്ചുകൊണ്ട് നടക്കാൻ. മൂപ്പൻ അലിഫുബാവ് പഠിപ്പിച്ചുകൊണ്ടാണ് നിനക്കിപ്പോ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ നീ വലിയ അറിവുള്ളവനായി, വലിയ ഷെയ്ഖായിട്ട് ഇപ്പൊ നീ സമൂഹത്തിൽ നടക്കാൻ, നിനക്ക് ഇൽമ കിട്ടാൻ കാരണം ആരായിരുന്നു? ഇവര് അലിഫുബാവ് പഠിപ്പിച്ചത് കൊണ്ടാണ്. അവരോട് ഗുരുത്വവും പൊരുത്തവും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ അലിഫുബാവ് ചെല്ലിയിട്ട് കിട്ടുന്നുമില്ല. ഇപ്പൊ ഒന്ന് ചെല്ലി നോക്കി, ചെല്ലി നോക്കിയോ? സമയം തരാമാണ്. അലിഫ് ബാ താ സാ ജീമ ഹ ഹ എത്ര അക്ഷരം തീർക്കും? 28 ഉണ്ട് കേട്ടോ. എണ്ണി നോക്കണം. 10 മേലോട്ട് പോകത്തില്ല. എടം വരെ എത്തി. വരെ എത്തിയ അതിനപ്പുറത്തോട്ട് കിട്ടുന്നില്ല.
അപ്പം മനസ്സിലായ ഉസ്താമാരുടെ ഗുരുത്വം പൊരുത്തം ഇല്ലെങ്കിൽ ഇതൊക്കെ തന്നെ കളി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. 28 പൂർത്തിയാക്കത്തില്ല, കുറച്ചും കൂടെ എത്തുമ്പോൾ അങ്ങനെ നിൽക്കും ചൊക്കായിട്ട്. അന്ന് ഇത് അറിയാവുന്നതായിരുന്നില്ല. ഞാൻ ഉസ്താദിനെ പോയിന്ന് കണ്ടോളി, അപ്പം ഉസ്താദ് ഒന്ന് മന്ത്രിച്ച് പോയി തരും, അപ്പോൾ ബാക്കി കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞല്ല, വലിയ ആളുകൾക്ക് പോലും ഈ അലിഫ് ബാ പൂർത്തിയാക്കി പറയാൻ പറ്റുന്നില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താ കാരണം? ഗുരുത്വവും പൊരുത്തവും ഇല്ല. എല്ലാം പഠിച്ചു വെച്ച് വലിയ ഷെയ്ഖായി മാറി എന്നുള്ള അവസ്ഥയിൽ നമ്മൾ നിലകൊള്ളുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അറബി അക്ഷരങ്ങൾ പോലും പൂർത്തിയാക്കി പറയാൻ നമ്മളിൽ പലർക്കും സാധ്യമല്ല. അതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ നമ്മുടെ ഇൽമ എവിടെ എത്തി എന്നുള്ളതാണ്. അക്ഷരത്തിൽ നിന്ന് തുടങ്ങണം. ഇനി മദ്രസ ഉറങ്ങുമ്പോൾ ആദ്യം വന്നിരിക്കേണ്ടത് നമ്മളാണ്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അര ക്ലാസ്സിലൂടെ ഇത് നരകത്തിലെ ചൂടാ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലപോലെ ശ്രദ്ധിക്കണം. എന്തിനാണ് ഇത് ഞാൻ പറഞ്ഞത്? എന്തിനാ? അള്ളാഹുവിന്റെ ഇൽമു അപാരമാണ്, അജയ്യമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് ഒരിക്കൽ സമൂഹം ചോദിക്കുകയുണ്ടായി, ഏറ്റവും വലിയ അറിവുള്ളവൻ ആരാണ് മൂസാ നബിയെ പറയുമോ? ഇസ്രായേലി ജനതയുടെ ചോദ്യത്തിന് മുന്നിൽ തെല്ലും സംശയമില്ലാതെ പറഞ്ഞുവത്രേ, ഞാനാണ് സമൂഹമേ, നിങ്ങളിൽ ഏറ്റവും അറിയുന്നവൻ ഞാനാണ്. ഉത്തരം കറക്റ്റാണ്. കാരണം അന്ന് ഇസ്രായേലിലെ ജനതയ്ക്കിടയിൽ ഏറ്റവും അറിവുള്ള ആള് ആരാണ്? മൂസാ നബി അലൈഹി സ്വലാമാണ്. പക്ഷെ അള്ളാഹു എന്ന് പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ പറയേണ്ടതിരുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ച് ആരെയായിരുന്നു? അള്ളാഹയായിരുന്നു. പറയാത്തത് കൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൂസാ, നീ അറിവ് പഠിക്കാൻ ഒരാളുടെ അടുത്ത് പോകേണ്ടി വരും. കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി ഒരു ലസ്മിൽപ്പെട്ട വ്യക്തിയാണ്. ആരാണത്? സയ്യിദുനാ ഖളർ അലൈഹിസ്സലാം. സൂറത്തു അൽ കഹ്ഫ് സൂറത്തിൽ പഠിക്കുന്ന ചരിത്രം അതാണ്. അൽ കഹ്ഫ് സൂറത്ത് ഓതലുണ്ട്. കഴിഞ്ഞ റമളാന് കണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽ കഹ്ഫൊക്കെ എല്ലാ വെള്ളിയാഴ്ച ഓതണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅ ഔ ഫീ ലൈലത്തിൽ ജുമുഅ അല്ലാഹു ലഹു മാ ബൈനൽ ജുമുഅതൈൻ. ആരൊരുവൻ പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച സുദിനത്തിലോ അതിൻ്റെതാകുന്ന രാവിലോ പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം നൽകുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്ത് പ്രകാശം? അല്ലാഹു അലം. അല്ലാഹുവിനറിയാം പ്രകാശം. മുഅ്മിനീങ്ങൾക്കൊരു ഈമാനികമാകുന്ന പ്രകാശമുണ്ടാകും. നാളെ ആ പ്രകാശത്താലായിരിക്കും അവർ സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ ഹദീദിൽ. ഇപ്പൊ സമയമില്ല, അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പോകും വിഷയം. ഓതി 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 എന്താവും? ഒരു പ്രകാശം ഇട്ട് തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളറിയൂല, ഒരു ഈമാനിന്റെ പ്രഭ നമുക്കുണ്ടാകും. ഓൾറെഡി ചെറിയൊരു ഈമാൻ ഉള്ളത് കൊണ്ടാണ് ഇത് ഓതയാൽ ഗുണമുണ്ട് എന്നുള്ള ഒരു അറിവ്, ഒരു പ്രകാശം ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓതാൻ തുനിയുന്നത്. ആ പ്രകാശം ഇങ്ങനെ മാറ്റുകൂടിക്കൊണ്ടിരിക്കുക. നമ്മളറിയുന്നില്ല. ഒരു സിഗരറ്റ് വലിച്ചിട്ട് അതെടുത്ത് കളഞ്ഞാൽ അതിന് നിക്കോട്ടിന്റെ അംശം 18 മണിക്കൂർ കിടക്കുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. നമ്മുടെ രക്തത്തിലുണ്ടാവും. വലിച്ചു കഴിയുമ്പോൾ നമ്മളവർക്ക് സാധനം കഴിഞ്ഞല്ലോ. പണ്ട് നമ്മളെ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബ്ലഡിൽ എന്തുണ്ടാവും? ഈ നിക്കോട്ടിന്റെ അംശം എത്ര നേരം ഉണ്ടാവും? 18 മണിക്കൂർ ഉണ്ടാവും. കേവലം ഒരു സിഗരറ്റേ ഉള്ളൂ. ഒരു സിസൽബറ്റ് മാറി ഇന്ന് ഒളിച്ചു പോയി ഇടയ്ക്ക് വാതിൻ്റെ സസിൽ പോയിട്ട് കയറ്റിയിട്ട് വന്നതാണ്. അതിന് 18 മണിക്കൂറാണ് അതിൻ്റെ. 3 ദിവസം കഴിഞ്ഞാൽ സാധനം ഉണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. രക്തത്തിൽ അതിൻ്റെ അംശം കിടക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. അപ്പൊ ഒന്ന് റീചാർജ് ചെയ്താലോ? ഇതേപോലെ സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോൾ അടുത്ത ഒരാഴ്ച വരെ കിട്ടുമെന്ന്. ഇപ്പൊ മനസ്സിലായില്ല? ആ ബ്ലഡിലേക്ക് കയറാണ്, ഇതിന്റെ പ്രകാശം കയറാണ്. ഒരാഴ്ച വരെ നിൽക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമാക്കുകയാണ്, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം ബുശ്റാകുമുൽ യൗം ജന്നാത്തുൻ
തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഈ ദുനിയാവിൽ പടച്ച റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചതായ സാലിഹീങ്ങളില്ലയോ? പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവുകൾ കടന്നു വരുമ്പോഴും അത്തരത്തിലുള്ള സുദിനങ്ങൾ കടന്നു വരുമ്പോഴും കള്ളു കുടിക്കാതെ, വ്യഭിചരിക്കാതെ, സിനിമ കാണാതെ, സീരിയൽ ദർശിക്കാതെ പരിശുദ്ധമായ ദീനിൽ അടിയുറച്ച് നിലകൊള്ളുകയും ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളുകയും പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങളെ ശ്രദ്ധ ജമാഅത്തുകളെ ശ്രദ്ധിച്ച് ഒരു വഖത്ത് പോലും ഖളാക്കാതെ നമസ്കാരങ്ങളെ ചിട്ടവെച്ച് സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി മദീനയിൽ രാജകുമാര പുൽകാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ, നമസ്കാരങ്ങളെ ഇബാദത്തുകളെ ശ്രദ്ധ നിലകൊള്ളുന്നതായ സഹോദര സഹോദരി, നീ മരണപ്പെട്ട നാളെ മഹ്ശറയിലേക്ക് കടന്നു ചെല്ലുമ്പോ യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും. നാളെ മുഅ്മിനീങ്ങളായ ആളുകളെ, മുഅ്മിനാത്തുകളാകുന്ന സഹോദരിമാരെ ജനങ്ങൾ കാണുകയാണ്. അവരുടെ പ്രകാശം അല്ലാഹുവിലേക്ക് നടക്കുകയാണ്. യസ്ആ നൂറുഹും, അവരുടെ പ്രകാശം ഓടുകയാണ്. അവരല്ല ഓടുന്നത്, യസ്ആ നൂറുഹും, അവരെ കാണുന്നത് തന്നെ പ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ട നിലയ്ക്കാണ്. അവരുടെ മുമ്പിലും പിറകിലും വലത്തും ഇടത്തും പ്രകാശമാണ്. ആ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയിൽ അവർ സ്വർഗത്തിലേക്ക് പോകുമ്പോ അതാ മുനാഫിക്കുകളായ ആളുകൾ, അവിശ്വാസികളായ ആളുകൾ പുറകിൽ നിന്നുകൊണ്ട് വിളിക്കുമത്രേ, ഉൻളുറൂനാ, അല്ലയോ ചെളുങ്ങാടുള്ളതായ മുസ്ലിമേ, മുസ്ലിമത്തെ, ഞങ്ങളിലേക്കൊന്ന് നോക്കണേ, നഖ്തബിസ് മിൻ നൂരിക്കും, ഞങ്ങൾ നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് അല്പമൊന്ന് പറ്റിയെടുക്കട്ടെ, ഒന്ന് തിരിഞ്ഞു നിൽക്കണേ. നിങ്ങളുടെ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയിൽ നിന്ന്, ഈമാനിന്റെ പ്രഭയിൽ നിന്ന് ഒരല്പമൊന്ന് പറ്റിയെടുക്കട്ടെ എന്നവർ പറയുകയാണ്. പക്ഷേ സാധിക്കില്ല. ഫളുരിബ ബൈനഹും ബിസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വ്യക്തമാക്കുകയാണ്. ആ മുഅ്മിനീങ്ങളായ ആളുകൾക്കിടയിലും മുനാഫിക്കും കപടവിശ്വാസികളായ ആളുകൾക്കിടയിലും ഒരു മറയെ അല്ലാഹു തീർക്കുകയാണ്. ഒരു മറ കൊണ്ട് അല്ലാഹു അവർക്കിടയിൽ മറയിടുകയാണ്. വലിയതാകുന്ന ഒരു മതിൽ കൊണ്ട് മറയിടുകയാണ്. ഫളുരിബ ബൈനഹും ബിസൂർ ലഹു ബാബുൻ ബാതിനുഹു ഫീഹി റഹ്മ. ആ മദീനയുടെ കടന്നതാകുന്ന വിശ്വാസികളെ, അവർക്ക് കാരുണ്യമാണ്, എയർ കണ്ടീഷനാണ്, അവർക്ക് സന്തോഷകരമായ ജീവിതമാണ്, അവർക്ക് സ്വർഗീയമാകുന്ന ആരാമമാണ്. ബാത്തിനുഹു ഫീ റഹ്മ വളാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. പുറത്താക്കപ്പെട്ടതായ അവിശ്വാസികളായ ആളുകൾ ആ പ്രകാശം കിട്ടാതെ ദുനിയാവിൽ കള്ളുകുടിച്ച് രസിച്ച് രമിച്ച് ഒരു സൂറത്തുൽ കഹ്ഫ് പോലും പാരായണം ചെയ്യാതെ നല്ല ദിനരാത്രങ്ങളെ തള്ളിക്കളതായ മുഅ്മിനീങ്ങളല്ലാത്ത അവിശ്വാസികളായ ആളുകളില്ലയോ, കപടവിശ്വാസികളായ ആളുകളില്ലയോ, അവർക്ക് അദാബാണ്, ശിക്ഷയാണ് നൽകുക എന്നും പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്തിനാണ് ഇത് പറഞ്ഞത്? ഓതി 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 എന്ത് കൂടും? ഈമാൻ കൂടും, പ്രകാശം കൂടും. അങ്ങനെ പ്രകാശം കൂടുന്നവർ നാളെ മഹ്ശറയിൽ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി കുതിച്ചു പോകുമ്പോൾ പ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ട മുഅ്മിനീങ്ങൾ ഇങ്ങനെ ഓടുമ്പോൾ അവരുടെ പിറകെ പോയിട്ട്, ഇവിടെ ദുനിയാവി അൽക്കഫ് ഓതിയില്ല, ഒന്നും ഓതിയില്ല, കഞ്ചാവ് അടിച്ച് നടന്നവനാണ്. അവിടെ എത്തുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കടാ, നഖ്തബിസ് മിൻ നൂരിക്കും, ഇഖ്തിബാസ് ചെയ്യട്ടെ. ഇഖ്തിബാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് പറ്റിയെടുക്കട്ടെ എന്നാണ്. പ്രകാശം ഒന്ന് പറ്റിയെടുക്കട്ടെ. നീ ഒന്ന് തിരിഞ്ഞാൽ മതി, നിന്റെ പ്രകാശം അല്പമെങ്കിലും കിട്ടിയിട്ട് അതുകൊണ്ടെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയാണ്. മറ്റോ മൈൻഡ് ചെയ്യും. ഒരു വിധത്തിലാണ് അൽക്കഫ് ഓതിയത്, ഹലാക്ക്, വേഗം തന്നെ ഓടി രക്ഷപ്പെടും, അകത്തോട്ട് കയറി. പിന്നെ തിരിയാൻ പോകുന്നു. മഹ്ശറയെ വെച്ച് ആര് തിരിഞ്ഞു നോക്കാൻ പോകും? അന്നൊരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാൻ പോലെ അവനവൻ ഓതിയത് കേട്ട് അവൻ ഓടുകയാണ്. കാരണം ഓരോ ഓത്തിനും ദറജ ഓടുകയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അവിടെ പിന്നെ തിരിഞ്ഞു നോക്കൊന്നുമില്ല. എളാപ്പ, കൊച്ചാപ്പ, മൂത്താപ്പ, വാപ്പാക്ക് ഇവിടെയാണ്. ഇവിടെ വീടിക്കും കാജാ പിടിക്കും ഒക്കെ ആപ്പാടെ കാര്യം പിടിച്ച് അവിടെ ഒരു പരിപാടിയില്ല. ഒറ്റ ഓട്ടാണ്, വലിയ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അവരവരെന്ത് ചെയ്തോ, കൃത്യമായിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങൾ വരുമ്പോൾ ഓദിക്കോ അൽ-കഹ്ഫ് സൂറത്ത് ഒരെണ്ണമെങ്കിലും ഓതിയിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് പറയുന്നുണ്ട് ഈ ചരിത്രം. അറിയില്ല നമുക്ക്. ഖളിർ അലൈഹി സ്വലാമിന്റെ അടുക്കൽ ആര് പഠിക്കാൻ പോയി? വിജ്ഞാനം. മൂസാ നബി അലൈഹി സ്വലാം പോയി. ഇവിടെ ശ്രദ്ധിക്കണേ, മൂസാ നബി ആരാണ്? പവർ കൂടിയ വ്യക്തിയാണ് ഖളിർ അലൈഹി സ്വലാമിനേക്കാൾ. കാരണം എന്തുകൊണ്ട്? ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് ആര്? സയ്യിദുനാ മൂസാ അലൈഹി സ്വലാം. പക്ഷെ ചില ഇൽമു പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകണമെന്നർത്ഥം. അങ്ങനെയാണ്.
നമ്മളെക്കാൾ ദറജ താഴെയുള്ള അടുക്കൽ ചില സാധനങ്ങൾ പഠിക്കണമെങ്കിൽ അവരുടെ അടുത്ത് തന്നെ പോയിരിക്കണം. അതാണ് ഈ പഠിപ്പിക്കുന്നത്. ഒരുപാട് ആശയങ്ങളാണ് അതിനകത്ത്. ചില പ്രവാചകന്മാരെ അള്ളാഹു ചില പ്രവാചകന്മാരെക്കാൾ കൂടുതൽ എന്ത് കൊടുത്തിട്ടുണ്ട്? മഹത്വം കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും സൃഷ്ടികളിൽ ഏറ്റവും അത്യുത്തമരാണ്. ചില പ്രവാചകന്മാരെ മറ്റു പ്രവാചകന്മാരെക്കാൾ അള്ളാഹു തന്നെ മഹത്വവൽക്കരിച്ചിട്ടുണ്ട്. മിൻഹും മൻ കല്ലമല്ലാഹു, അവരിൽപ്പെട്ടവരാണ് അള്ളാഹുമായി സംസാരിച്ചവർ. ആര്? സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം. പവർ കൂടിയ വ്യക്തിയാണ്, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ. അല്ലാതെ നമ്മൾ സാധാരണ പ്രവാചകന്മാരെ എന്ത് ചെയ്യാൻ പാടില്ല? താരതമ്യം ചെയ്യാൻ പാടില്ല. അത് മോശമാണ്. അവരെല്ലാവരെയും ആദരിക്കണം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും, അല്ലേ? ആമന റസൂൽ അറിയില്ല? ആമന റസൂൽ അറിയില്ലേ? നോദിക്കൊന്ന്. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله. അള്ളാഹുവിനെ കൊണ്ടും അവന്റെ കിതാബുകളെ കൊണ്ടുമൊക്കെ വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അവന്റെ പ്രവാചകന്മാരെ കൊണ്ടും വിശ്വസിക്കുന്നവനാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂലിഹി, അവന്റെ പ്രവാചകന്മാർക്കിടയിൽ ഒരാളോടും വേർതിരിവ് കാണിക്കാൻ പാടില്ല. വേർതിരിക്കുന്നവൻ മുസ്ലിമും അല്ല. മോമിൻ. നമ്മുടെ ഈമാൻ അതാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂലിഹി, ഒരു പ്രവാചകന്മാർക്കിടയിൽ എന്ത് ചെയ്യാൻ പാടില്ല? വേർതിരിവ് കാണിക്കാൻ പാടില്ല. എല്ലാവരെയും കേൾക്കുമ്പോഴും അലൈഹിസ്സലാം അലൈഹിസ്സലാം എന്ന് ബഹുമാനം ചൊല്ലണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഖദർ അലൈഹിസ്സലാമിന്റെ അടുക്കൽ പഠിക്കാൻ വേണ്ടി പോയാൽ മൂസാ നബി അലൈഹിസ്സലാം, വളരെ വിശാലമായ ചരിത്രമാണ്. ഞാൻ ആ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല, സമയം പേടിച്ച്. ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ പോയി രണ്ടുപേരും കപ്പലിൽ കയറി യാത്ര തുടർന്നു. ഇമാം ബുഖാരി ഷരീഫിലുണ്ട് ഈ സംഭവം. എന്താണ്? കപ്പലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ഉസ്ഫൂർ, ഒരു കുരുവി വരികയാണ്. കുരുവി വന്നിട്ട് ഈ കപ്പലിൻ്റെതാകുന്ന ഒരു സൈഡിൽ വന്നിരുന്നു, അതിന്റെ പടിയിൽ വന്നിരുന്നിട്ട് സമുദ്രത്തിലേക്ക് ചുണ്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി തിരിച്ചെടുത്തു. ഒരല്പം വെള്ളം എടുത്ത് കുടിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാം ഉടനെ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഇതൊക്കെ പഠിക്കണം, ഇതൊക്കെ പഠിച്ചാലേ നമ്മുടെ അഹങ്കാരം കുറച്ച് പറയുള്ളൂ. എല്ലാം വല്ലാണ്ട് സംഭവമായിട്ടെന്ന് പറയാൻ നമ്മൾ നടക്കുന്നത്, അത് തീരാൻ പോകാതെ ഈ പറയുന്നതോടുകൂടി. ഖദർ അലൈഹിസ്സലാം ഉടനെ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, യാ മൂസാ, മൂസാ നബിയേ, മൂസാ നബിയേ, നിന്നെ അല്ലാഹു എൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടത് എന്നിൽ നിന്ന് ഇൽമു പഠിക്കാനാണ്. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു മൂസാ നബിയേ, ഇൽമുക വ ഇൽമി, എൻ്റെ ഇൽമും നിന്റെ ഇൽമും മിൻ ഇൽമില്ലാഹി തആല, റബ്ബിന്റെ ഇൽമിനോട് ചേർത്ത് നോക്കിയിട്ട് കനഖറത്തിൻ നഖറത്ത് ഹാദിഹിൽ ഉസ്ഫൂർ മിൻ ഹാദിഹിൽ ബഹർ, ഈ കുരുവി വന്നുകൊണ്ട് ഈ കപ്പലിന്റെ പടിയിൽ നിന്ന് ഈ വലിയതാകുന്ന ജലാശയത്തിൽ നിന്ന് ഒരല്പം വെള്ളം അതിന്റെ ചെഞ്ചുണ്ടിൽ കുത്തിയെടുത്തത് കണ്ടില്ലേ? ആ ചെഞ്ചുണ്ടിലേക്ക് കടന്നു വന്നതായ വെള്ളത്തിന്റെ ജലഗണിക എത്രയോ നിസാരമാണ്. ഈ പ്രവിശാലമായി കിടക്കുന്നതായ ബഹറിലെയോ സമുദ്രമില്ലയോ കടലില്ലയോ, അത് പടച്ച റബ്ബിന്റെ ഇൽമിലേക്ക് ചേർത്ത് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന ഈ വിശാലമാക്കപ്പെട്ട സമുദ്രത്തിന്റെ അറിവിൽ നിന്ന് അതിന്റെ കുരുവിയുടേതാകുന്ന ചെഞ്ചുണ്ടിലേക്ക് അത് കൊത്തിയെടുത്തതാകുന്ന ജലഗണികോളം വരികയില്ല. എന്റെയും നിന്റെയും ഇൽമ എന്ന് മൂസാ നബി അലൈഹിസ്സലാം ഖദർ അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു അത്രേ. സുബ്ഹാനല്ലാഹ്, ദൈ പറയുന്നത് ഇൽമി വ ഇൽമുക മിൻ ഇൽമില്ലാഹി തആല കനഖറത്തിൻ നഖറത്ത് ഹാദിഹിൽ ഉസ്ഫൂർ മിൻ ഹാദിഹിൽ ബഹർ. ഈ സമുദ്രത്തിൽ നിന്ന് ഈ ചെറിയ കുരുവി, അടയ്ക്കാക്കുരുവി അതിൻ്റെതാകുന്ന ചെഞ്ചുണ്ടിൽ കൊത്തിയെടുത്തതാകുന്ന വെള്ളത്തിന്റെ കണികയോളം വരികയുള്ളൂ എന്റെയും നിന്റെ ഇൽമ്. എന്താ പടച്ച റബ്ബിന്റെ വിശാലമാക്കപ്പെട്ട ഈ സമുദ്രത്തിൽ നിന്ന് കുറവ് വന്നിട്ടുള്ളത്? ഒന്നും കുറവ് വന്നിട്ടില്ല. ചെറിയൊരു വെള്ളം കുടിച്ചാൽ എന്താ? ഇതേ ഉള്ള പ്രവാചകരാകുന്ന എന്റെയും നിന്റെ ഇൽമ്. അത് മനസ്സിലായിക്കോ, അള്ളാഹുവിന്റെ ഇൽമ് അപാരമാണ്. മനസ്സിലാക്കി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ സംഭവം കൊണ്ടുവരാൻ എന്തിന്? നമ്മുടെയൊക്കെ അഹങ്കാരം കുറയ്ക്കാൻ. അത് തന്നെയാണ് പറയുന്നത്.
നമ്മളൊന്നും ഒന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ വിശുദ്ധ ഇസ്ലാമിൽ ആദ്യമായി ഇറങ്ങുന്ന സൂറത്ത് ഏതാണ്? പറയും റഫീഖ് അക്കരപ്പാട് 2 പോയിന്റ്. ഇനി ഒരു പോയിന്റ് കൂടെ കിട്ടിയ വാത് നിങ്ങൾക്ക് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, നോക്കൂ നിങ്ങൾ, ആദ്യമായി ഖുർആനിൽ എന്താ അവതരിക്കുന്നത്? വായിക്കാനാണ് പറയുന്നത്. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാനല്ല, ഈമാൻ പുൽകാനല്ല, കിതാബ് വിശ്വസിക്കുക, ഖുർആൻ വിശ്വസിക്കുക, ഒന്നുമല്ല പറയുന്നത്. നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് അല്ലാണോ പറയുന്നത്? ആദ്യം പറഞ്ഞത് പരന്ന വായന വേണം. ഫസ്റ്റിൽ ഇറങ്ങുന്ന അതാ. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതലുള്ള ആളുകൾ ആരാണ്? ക്രൈസ്തവർ. രണ്ടാമത് മുസ്ലിം, മൂന്നാമത് എത്തിസത്തിന്റെ ആളുകൾ. എത്തിസം എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികൾ, മതനിരാസത്തിന്റെ ആളുകൾ. മതമില്ല എന്ന് വാദിക്കുന്ന ആളുകൾ, യുക്തിവാദികൾ വല്ലാതെ അധികരിച്ചു വരികയാണ്. അവരോട് നമുക്ക് പറയാനുള്ളത് എന്താ? ദീൻ പഠിക്കാനേ പറയാം. വായിക്കുമോനെ, നീ പഠിച്ച എവിടെ എത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ വിശാലമായ ഇൽമിനെ നീ ചോദ്യം ചെയ്യാനായിട്ടില്ല. നീ എവിടെ എത്തിയിട്ടില്ല, നീ പഠിക്കണം. പഠിച്ചവരൊക്കെ ദീനിലേക്ക് വന്നിട്ടുണ്ട്. മാധവിക്കുട്ടിയമ്മ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് കമലാസുരൈ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് മരണം വരിച്ചത് അവർ ദീൻ പഠിച്ചതുകൊണ്ടാണ്. പാശ്ചാത്യരാകുന്ന എത്രയോ ആളുകൾ, എത്രയോ വലിയ തമ്പുരാക്കന്മാർ, എത്രയോ വലിയ സാഹിത്യ സാമ്രാട്ടുകൾ അവർ പരിശുദ്ധമായ ദീനിനെതിരെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞുവെങ്കിലും പഠിക്കാൻ തയ്യാറായപ്പോ, നിഷ്പക്ഷമായി പരിശുദ്ധമായ ദീനിനെ കുറിച്ച് മനസ്സിലാക്കാൻ തുനിഞ്ഞപ്പോ ദീനിലേക്ക് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കായിട്ട് വരും. പഠിക്കണം, പഠിക്കാനാണ് പറഞ്ഞത്. 1-2 കാര്യങ്ങളാണ് അല്ലാഹു ആദ്യം പറഞ്ഞത്. ദാ കേക്ക്. യഖറ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ യഖറ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. 5 കാര്യങ്ങൾ അല്ലാഹു, 5 കാര്യങ്ങൾ ഷോർട്ടായി ഇതിനകത്ത് പറയുന്നുണ്ട്. ഒന്നാമതായി പറഞ്ഞത് ആവർത്തിച്ച് പറയുന്നുണ്ട് 2 വട്ടം. യഖറ, വായിക്കണം മോനെ. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ. യഖറ, വീണ്ടും പറയാണ്, വായിക്കണം. നിങ്ങൾ വായിക്കാതെ പറ്റൂല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ശരിക്ക് പഠിക്കണം നിർത്തണം, വായിച്ച് നല്ലതുപോലെ പഠിക്കണം. ഭൗതിക അറിവ് നേടുന്നത് പോലെയല്ല ആത്മീയമാകുന്ന അറിവ് പഠിക്കേണ്ടത്. ഉസ്താദുമാരു എന്താണ് പറയുന്നത് അത് പഠിക്കണമെന്നാണ്. അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂനിൽ കുതുബി എന്നാണ്. കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നത് നേരെ വായിക്കാൻ പറ്റൂല. എനിക്ക് അറബി അറിയാന്ന് പറഞ്ഞുകൊണ്ട് അത് വായിച്ച പിഴച്ചു പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അത് ആത്മീയമായ അറിവിന്റെ ഒരു വ്യത്യാസമാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ അദ്ദേഹത്തിന്റെ മജ്മൂ ശറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ബൃഹത്തായ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തുന്നു, അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി. ഉസ്താദുമാരുടെ വായിൽ നിന്ന് എന്താണ് ഉതിർന്നു വീഴുന്നത് അവര് പറയുന്നതാണ് ദീൻ. അത് പഠിക്കണം. അതിന് നല്ല ആലിമിനെ കണ്ടെത്തണം, നല്ല ഉസ്താദുമാരെ കണ്ടെത്തണം, അവരുടെ അടുക്കൽ നിന്ന് ഇൽമു പഠിക്കണം. ലാ മിൻ ബുത്തൂനുൽ കുതുബ്, കിതാബിന്റെ രേഖകൾ എഴുതി വെച്ചതല്ല. അത് വായിച്ചാൽ നീ പിഴച്ചു പോകും. ഖുർആൻ അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് ആർക്കും അല്ലാഹു നൽകിയില്ല ഖുർആൻ. ആർക്കാ നൽകിയത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്കാ കൊടുത്തത്. ഇന്നാ അൻസൽനാ അലൈക്കൽ ഖുർആൻ. നബിയെ തങ്ങൾക്കാണ് പരിശുദ്ധമായ ഖുർആൻ നാം അവതരിപ്പിച്ചത്. എന്തിനു വേണ്ടി? തങ്ങളാണ് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടത്. തങ്ങൾ വേണം ജനങ്ങൾക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കാൻ. ലിതുബയ്യിന ലിന്നാസി, തങ്ങൾ വേണം ജനങ്ങൾക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കാൻ. അല്ലാതെ ജനങ്ങൾ സ്വന്തമായിട്ട് ഇതിന്റെ പരിഭാഷ വായിച്ച പിഴച്ചു പോകും, അർത്ഥം തെറ്റിപ്പോകും. എന്താണ് ഇതിന്റെ അർത്ഥം, ഇതിന്റെ സന്ദർഭം എന്തായിരുന്നു, വിഷയം എന്തായിരുന്നു, ഇതൊക്കെ പറയണമെങ്കിൽ ആര് പറയണം? ആലിമിന്റെ അടുക്കൽ നിന്ന് പഠിക്കണം. അതാണ് പറഞ്ഞതിന്റെ ആശയം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പക്ഷെ പരന്ന വായന വേണം, വിശാലമായ വായന വേണം. ഭൗതികമാകുന്ന അറിവുകളും നീ സ്വായത്തമാക്കണം. ഒന്നും നീ തള്ളിക്കളയണ്ട. നല്ല നല്ല വായനകൾ വേണം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിപ്പറയാൻ, യഖറ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. നിന്റെ റബ്ബിന്റെ നാമം കൊണ്ട് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളെ വായിക്കണേ. റബ്ബിന്റെ നാമം ഉച്ചരിച്ച് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ വായിക്കണം.
അപ്പൊ തന്നെ എന്തൊക്കെ പോയി, മുത്തുച്ചിപ്പി ഒക്കെ പോയിട്ടുണ്ട്. പണ്ട് വായിച്ചുകൊണ്ടിരുന്നത് അതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് വായിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം നോക്ക് നിങ്ങൾ, ഞാൻ വേറെ തമാശ പറഞ്ഞാണെങ്കിൽ ഗൗരവത്തിൽ പറയാണ്, ഇത് പഠിക്കേണ്ട വിഷയമാണ്. ഇഖ്റ മോനെ, നീ വായിക്കണം. എങ്ങനെ വായിക്കണം? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചതാകുന്ന റബ്ബിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് വേണം വായിക്കാൻ. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഞാനേ വനിതയൊക്കെ എടുത്ത് വായിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അതിനകത്ത് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചിട്ട് നല്ലത് വേണം വായിക്കാൻ. അശ്ലീലമാക്കപ്പെട്ട ഫോട്ടോസും അശ്ലീലമാക്കപ്പെട്ട പൈങ്കിളി പുസ്തകങ്ങളൊന്നും വായിച്ച് നീ എന്ത് ചെയ്യരുത്, നിന്റെ ആവശ്യമില്ലാത്ത സമയത്തെ കളയരുത്. റബ്ബിന്റെ നാമം ഉച്ചരിച്ചിട്ട് വായിക്കാൻ പറ്റുന്നതൊക്കെ വായിക്കുക. ഭൗതികമാകുന്ന അറിവ്, സ്കൂളിലെ വിദ്യാഭ്യാസം, മക്കൾ ബിസ്മില്ലേ പഠിക്കണം. ബിസ്മില്ലായിട്ട് അങ്ങോട്ട് ഇരുന്ന് വായിക്കുക. കിബിലേക്ക് അഭിമുഖമായി നല്ല റാഹത്തായിട്ടൊന്നും ഇരുന്ന് നല്ല റാഹത്തായിട്ട് ഓർമ്മശക്തി കിട്ടും. ഒന്നുകൂടി ഇരുന്നാൽ ഒന്നുകൂടി ബെറ്ററാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ റബ്ബിന്റെ നാമം ഉച്ചരിച്ചിട്ട് വേണം എപ്പോഴും വായിക്കാൻ. ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ ഏത് അറിവും അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചിട്ട് വായിക്കാൻ പറ്റുന്നത് വേണം വായിക്കാൻ. അത് ഏതൊക്കെ ഉണ്ടോ അതെല്ലാം പരന്നമായിട്ട് വായിക്കും. അല്ലദീ അല്ലമ ബിൽ ഖലം. മൂന്നാമതായി അള്ളാഹു പറയുന്നു, ഒന്നാമതായി വായിക്കുക, റബ്ബിന്റെ നാമം കൊണ്ട് വായിക്കുക. മൂന്നാമതായി പറയുന്നു, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ അള്ളാഹു. എഴുത്ത് വേണം എന്ന് പറഞ്ഞാൽ എഴുത്തുകൂടി പഠിക്കണം. കേവലം വായിച്ചാൽ മാത്രം പോരാ, എഴുതാനും കൂടി അറിയണം. അറബി എഴുതാൻ അറിയണം, മലയാളം അറിയണം, ഏതൊക്കെ ഭാഷകൾ നിനക്ക് സാഹിത്യമാറ്റം പറ്റും അതൊക്കെ എഴുതണം. എഴുത്ത് നന്നാക്കണം, എഴുതുന്നവനാകണം. ഇതൊക്കെ ഇതിനകത്ത് നിന്ന് ഗ്രഹിക്കാൻ പറ്റും. അല്ലമൽ ഇൻസാന മാലം യഅലം. ഇവിടെ ശ്രദ്ധിക്കണേ, ജനങ്ങൾ അവർക്ക് അറിവില്ലാത്തത് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തവൻ അല്ലാഹുവാണ്. മുതഅല്ലിമിനെയും പറഞ്ഞു, മുഅല്ലിമിനെ ഇവിടെ പറയാം. മാലം യഅലം, അറിവില്ലാത്തതാകുന്ന കാര്യങ്ങൾ പഠിക്കുന്നവൻ അവനാണ് ആര്? മുതഅല്ലിം. ഇൽമിനെ തേടുന്നവൻ അവനാണ്. അല്ലമൽ ഇൻസാന, ജനങ്ങൾക്ക് ഈ വിജ്ഞാനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നവൻ ആരാണത്? മുഅല്ലിമ. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. മുതഅല്ലിമീങ്ങളായ ഉഖറവിയായ മുതഅല്ലിമീങ്ങളിലും ആലിമീങ്ങളിലും അല്ലാഹു ചേർത്ത് കബൂലാക്കുമാറാവട്ടെ. നമ്മളൊക്കെ മുതഅല്ലിമീങ്ങളാണ്. ഒന്നും എവിടെ എത്തിയിട്ടില്ല, എത്രയോ പഠിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖദർ അലൈഹിസ്സലാം പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും എങ്ങും എത്തിയിട്ടില്ല. എത്രയോ ഇൽമു പഠിക്കാൻ കിടക്കുക. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് പരന്ന വായന എല്ലാവർക്കും അനിവാര്യമാണ്. എനിക്കും അനിവാര്യമാണ്, നിങ്ങൾക്കും അനിവാര്യമാണ്. ദീനിനെ കുറിച്ച് നല്ലതുപോലെ പഠിക്കണം. പഠിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളൊക്കെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ട് മാത്രമായില്ല, അത് തന്നെ നമ്മൾ കറക്റ്റായിട്ട് സിസ്റ്റമായിട്ട് വിടുന്നില്ല. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. കൃത്യമായി മദ്രസകൾ നമ്മൾ വിടണം. +2 തലം വരെ മദ്രസ സൗകര്യങ്ങൾ ഇന്നുണ്ട്, അൽഹംദുലില്ലാഹ്. എന്നിട്ടും അത് ശ്രദ്ധിക്കാത്ത ആളുകൾ നമ്മളിൽ ഏറെയുമുണ്ട്. അര ക്ലാസ്സിലും 1ലും 2ലും 5ലും വരെ ചിലപ്പോൾ കറക്റ്റായിട്ട് ക്ലാസ്സുകൾ പോകും. അത് കഴിഞ്ഞ് 5ന് മുകളിലോട്ട് ക്ലാസ്സുകൾ പോകുമ്പോൾ കുട്ടികളുടെ എണ്ണം കുറയാണ്. 40 കുട്ടികളുണ്ടായിരുന്ന 30ആയി, പിന്നീട് അത് 20ആയി, പിന്നീട് അത് 5ആയി. 10ഉം +1ഉം +2 എത്തുമ്പോൾ 2 കുട്ടികളായി മാറി. എന്താണ് പ്രശ്നം? അതേസമയത്ത് ഭൗതികം പഠിക്കാനോ എത്രയോ പ്രായമായാലും നമുക്കൊരു പ്രശ്നമില്ല. എത്ര നേരം വേണമെങ്കിലും നമ്മൾ പഠിപ്പിക്കും, എത്ര വയസ്സുവരെയും പഠിപ്പിക്കും. ഇൽമു പഠിക്കുന്നതിന് പ്രായമൊന്നുമില്ല. ഈ അടുത്തൊരു സഹോദരി, അവര് കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് കൊടുത്തതായി പത്രമാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഏകദേശം 57 വയസ്സിനടുത്തും കണ്ടുണ്ട് അവർക്ക് പ്രായം. 6-7 PhD കഴിഞ്ഞിരിക്കുകയാണ് ഈ പ്രായത്തിൽ. അവർ പഠിക്കാൻ തുടങ്ങിയത് 48 വയസ്സിന് ശേഷമാണ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഓൺലൈനായിട്ടും അല്ലാതെയും ഒക്കെ അവർ പഠിച്ച് പാസ്സായി 4-5 PhDകൾ എടുത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഉന്നതമായ നിലയ്ക്ക് വിദ്യാഭ്യാസം നുകരാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ 20 വയസ്സ് കഴിഞ്ഞ് 30 കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ പഠിത്തമില്ല, ഒന്നുമില്ല, വലിയ എല്ലാം ഒതുങ്ങി. അങ്ങനെയാകാൻ പാടില്ല. വിദ്യാഭ്യാസം നുകരി വഞ്ചനാപരമായ വിദ്യാഭ്യാസമല്ല. പുറത്തിറങ്ങിയിട്ട് ഭർത്താവിനെ വഞ്ചിച്ച് മറ്റൊരുത്തന്റെ തോളത്ത് കൈയിട്ട് പാട്ടും പാടി നല്ലല്ല പാട്ടിക്കൊണ്ട് നടക്കാന്ന് വരിക അല്ല. ആഖിറത്തിനു വേണ്ടി ലക്ഷ്യം വെച്ച്, അല്ലെങ്കിൽ ഭൗതികമാകുന്ന അറിവ് സായക്തമാക്കുന്നത് പാരത്രികമാകുന്ന ലോകത്തിന് മുതൽക്കൂട്ടാകണമെന്ന ലക്ഷ്യം വെച്ച് ഈ ഒരു നിയ്യത്ത് കൊണ്ട് പഠിക്കാൻ ഒരു ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു വ്യക്തി രാവിലെ പ്രഭാതത്തിൽ അവൻ യാത്ര പോവുകയാണ്, ഫതഅല്ലമ, അവന് പരിശുദ്ധമായ ഇൽമ പഠിക്കുകയാണ്. ഫതഅല്ലമ ആയത്തൻ മിൻ കിതാബില്ലാഹ്,
പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഒരു ആയത്തിനെ അവൻ പഠിച്ചു കഴിഞ്ഞാൽ ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ മിഅത റകഅ. പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് തന്നെ പഠിച്ചെടുക്കൽ 100 റകഅത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്തമാണ്. ഒരായത്ത് പഠിക്കൽ 100 റകഅത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വം. ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന മജ്‌ലിസിന്റെ മഹത്വം തന്നെ മനസ്സിലാക്കാനാണ് ഈ പറഞ്ഞത്. എത്ര ആയത്ത് ഇപ്പോൾ പഠിച്ചു? നിങ്ങൾ മദ്രസയിലേക്ക് മക്കളെ വിട്ടിട്ട് ഒരൊറ്റ ആയത്ത് പഠിച്ചാൽ മതി മക്കൾ. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ പറഞ്ഞു ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ മിഅത റകഅത്തിൻ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. 100 റകഅത്ത് പഠിക്കുന്നതിനേക്കാൾ മഹത്വമാണത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ് വല അൻ തഖദുവ ഫതഅല്ലമ ബാബൻ മിൻ ഇൽമില്ലാഹി തആല ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ അൽഫ റകഅത്ത്. രാവിലെ പ്രഭാതത്തിൽ മദ്രസയിലേക്ക് പോകുന്ന മക്കളെ, ദീനീ കലാലയത്തിലേക്ക് മക്കളെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളെ, ആ മക്കൾക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല. അവരെ പറഞ്ഞുവിടുന്ന രക്ഷിതാക്കളെ, നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടവും ചെറുതല്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് വല അൻ തഖദുവ ഫതഅല്ലമ ബാബൻ മിൻ ഇൽമില്ലാഹി തആല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമിന്റെ ഒരു ഭാഗം പഠിച്ചെടുക്കാൻ വേണ്ടി രാവിലെ പുറപ്പെടുന്നവരെ ഖൈറുൽ ലക മിൻ അൻ തുസല്ലി അൽഫ റകഅത്ത്. 1000 റകഅത്തുകൾ നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമാണ്. 1000 റകഅത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് പരിശുദ്ധമായ ദീനിന്റെ ഒരു ഭാഗം പഠിച്ചെടുക്കലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരു ബാബ് പഠിക്കുക. മദ്രസയിൽ പോയിട്ട് ഒരു ഭാഗം പഠിച്ചിട്ടുള്ളൂ. കായികയിൽ നിന്ന് എന്താ കിട്ടുന്നത്? 1000 റകഅത്ത് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലമാണ് സുബ്ഹാനല്ലാഹ് മക്കൾക്ക് നേടിയെടുക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ മദ്രസ എന്നിട്ട് വിടുന്നില്ല. ആഴ്ചയിൽ നമ്മൾ ശനിയും ഞായറും ട്യൂഷന് വിടുന്നുണ്ടോ? ആർക്കും ഉണ്ടോ നിന്റെ ട്യൂഷൻ? എന്നിട്ടൊന്ന് ഓയിച്ചു നോക്കി. ഒന്നും അറിയാനും വരെ ഇവിടെ സിസ്റ്റമായിട്ട് തന്നെ +2 വരെ ഓതിയിട്ടുള്ള കുട്ടികൾ തന്നെ പിഴച്ചു പോകുന്ന കാലഘട്ടം. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. അപ്പൊ നിന്റെ മക്കൾ ഈ രീതിയിൽ ഓതിയാൽ എങ്ങനെ ഉണ്ടാവും? ആഴ്ച 2 ദിവസം ട്യൂഷൻ വിടുക, മദ്രസ വിദ്യാഭ്യാസത്തെ നിസാരവൽക്കരിക്കുക, അതിനോടൊന്നും വലിയ താല്പര്യമില്ല. വലിയ ഹാജിയാര കാശ് കൂടി കഴിഞ്ഞപ്പോൾ ഉള്ള ഇളക്കാണിത്. മുമ്പൊന്നും കുഴപ്പമൊന്നുമില്ല, മദ്രസയുടെ പടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവിടുന്ന് പിള്ളേർ കൊണ്ടുവരുന്ന ചോറും കഴിച്ചുകൊണ്ടിരുന്ന ഹാജിയാര. ഇപ്പൊ ഇച്ചിരി കാശ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും മദ്രസയും വേണ്ട, ഒന്നും വേണ്ട, എല്ലാത്തിനും ഒഴിവാക്കി. സമ്പത്ത് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ആഴ്ച 1 ദിവസം ട്യൂഷൻ. മദ്രസയ്ക്ക് പുറമെ മദ്രസയിലെ വിദ്യാഭ്യാസം കറക്റ്റായി പോകുന്നതിന് പുറമെ ട്യൂഷൻ കൊടുക്കുന്നവരുണ്ടായിരുന്നു മുമ്പ്, ശനി ഞായറുമൊക്കെ. അതൊക്കെ അതിലല്ല പറയുന്നത്. നമുക്ക് എത്രത്തോളം കിട്ടുമോ അത് തന്നെ നമ്മൾ നേടിയെടുക്കണം. കാരണം 2 തരം വിദ്യാഭ്യാസമുണ്ട്. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഭൗതികമുണ്ട്, ആത്മീയമുണ്ട്. അതില്ലാന്ന് പറയണ്ട. അതെന്താന്ന് ഞാൻ പഠിപ്പിച്ചു തരാം, മനസ്സിലാക്കി തരാം. ഭൗതികം പഠിപ്പിക്കുമ്പോൾ അത് ആദ്യം തന്നെ മനസ്സിലാക്കണം. അതിൽ നിന്നുള്ള ലക്ഷ്യം എന്താണ്? ദുനിയാവാണ്. ഇപ്പൊ ഒരാളോട് കോളേജിൽ പോകുന്ന വിദ്യാർത്ഥിയോട് ചോദിക്കും, പഠിക്കുന്ന വിദ്യാർത്ഥിയോട്, മോൻ എന്താകാനാണ് പഠിക്കുന്നത്? ഞാൻ ഈ ടീച്ചറാകാനാണ്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നാട്ടുകാർക്ക് നന്മ കൊടുക്കാനാണോ? ആയിക്കോട്ടെ, അതുകൊണ്ടായിക്കോട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തെങ്കിലും ഫുലൂസ്, യാ അല്ലാഹ്, കാശുണ്ടാക്കലാണ് ലക്ഷ്യം. അങ്ങനെയാണല്ലോ ആത്യന്തികമായ ലക്ഷ്യം. എന്തെങ്കിലും പൈസ, കാര്യങ്ങൾ നടന്നു പോകണം, ദുന്യവിയായ ലക്ഷ്യമാണ്. അതേസമയത്ത് ആഖിറത്തിന് വേണ്ടിയുള്ള പഠനം അത് പാരത്രികമാകുന്ന ലോകത്ത് വലിയ വിജയമാണ്. മാതാപിതാക്കളെ, മുതിർന്നവരെ ബഹുമാനിക്കണം, ആദരിക്കണം. അവരെ കണ്ടാൽ എഴുന്നേൽക്കണം. വാപ്പാടെ ഉമ്മാടെ മുന്നിൽ കയറി ഇരിക്കരുത്. അവരോട് തർക്കുത്തരം പറയരുത്. ഇതൊക്കെ മക്കൾ എവിടുന്ന പഠിച്ചത്? ഇതൊക്കെ മദ്രസയിൽ നിന്നാണ് ഇതെല്ലാം പഠിക്കുന്നത്, വേറെ എവിടുന്നല്ല പഠിക്കുന്നത്. ഈ അദബും ഗുരുത്വവും പഠിപ്പിക്കലാണ് മദ്രസ വിദ്യാഭ്യാസം. അത് നേടിയെങ്കിലേ മനുഷ്യനാവുകയുള്ളൂ. മറ്റേത് കല്യാണ വീട്ടിൽ പോകുമ്പോൾ വാപ്പാക്ക് മുമ്പ് ഇവനിരുന്നിട്ട് ചിക്കൻ കറി കടിച്ചോണ്ടിരിക്കുക. ഒരുമിച്ചാ പോയത്. അവിടെ എത്തുമ്പോൾ ഇവൻ ആദ്യം തന്നെ സീറ്റിൽ കയറി. അപ്പ കിട്ടിയില്ലേ? ഇത് കഴിയട്ടെ. ഇത് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല, ഖലാസ്. മദ്രസയിൽ പഠിച്ചവനാണെങ്കിൽ അവനോട് എഴുതിക്കില്ല. വാപ്പാക്ക് സീറ്റ് കൊടുക്കും. അവൻ മാറി അതോടുകൂടിയിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടും തമ്മിലുള്ള ഗുരുത്വവും ഇതാണ്. വിദ്യാഭ്യാസത്തിന്റെ വ്യത്യാസമാണ് പറയുന്നത്. ഇത് നേടിയെടുക്കണമെങ്കിൽ ഭൗതികതയിൽ തന്നെ പോയാൽ പോരാ, ആത്മീയവും കൂടി വേണം. രണ്ടും വേണം നമുക്ക്.
ഞാനതിനെ തള്ളിപ്പറയല്ല. പക്ഷെ എന്തുകൂടി വേണം? ആത്മീയത കൂടി വേണം. അതിനെ നമ്മൾ കൂടുതൽ മാർക്കറ്റ് കാണണം, മുസ്ലിമീങ്ങളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം. മറ്റത് വേണ്ട എന്നല്ല, മറ്റത് വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ കൂടി പോകാൻ പാടില്ല. എന്ത് തന്നെ കൂട്ടണം? ആത്മീയം തന്നെ വേണം. തങ്ങൾ മദീന പള്ളിയുടെ മിമ്പറിന്റെ പരിസരത്തേക്ക് സ്വഹാബത്തിനെ ക്ഷണിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ? നല്ല മനോഹരമായ ഒരു കൽപ്പക വൃക്ഷത്തെ പറ്റിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇന്നമിന ശജറത്തിലെ ശജറ ലാ يسقط ورقها حدثوني ما هي. നിശ്ചയം വൃക്ഷങ്ങളിൽ നിന്നൊരു വൃക്ഷമുണ്ട് സഹാബ, അതിന്റെ ഇലകൾ പെട്ടെന്ന് തന്നെ പൊഴിയുകയില്ല. ഹദ്ദിസൂനി മാ ഹിയ. അതിന്റെ അടി മുതൽ മുടി വരെ ഉപയോഗമുള്ളതാ മനോഹരമായ കൽപ്പക വൃക്ഷമാണ്. അത് ഏതാണ് എന്ന് പറയുമോ? ബഹുമാനപ്പെട്ട സഹാബത്ത് പറയുകയാണ്, ഞങ്ങളുടെ ചിന്ത വനമേഖലകളിലേക്ക് കാട് കയറുകയാണ്. ഞങ്ങളുടെ മനസ്സ് വല്ലാതെ ചേക്കേറി. വനമേഖലയിലുള്ള പല ചെടികളെ കുറിച്ച്, വൃക്ഷങ്ങളെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയാണ്. നബിതങ്ങൾ ചോദിച്ചൊരു കിസ്സാണ്, ഒരു ചോദ്യം. ഒരു വൃക്ഷം, ആ വൃക്ഷത്തിന്റെ അടി മുതൽ മുടി വരെ ഉപയോഗമുള്ള വൃക്ഷമാണ്. എന്താണത്? ഒരു കിസ് ചോദിച്ച എല്ലാവരും കാട് കയറി ചിന്തിച്ചു. യഥാർത്ഥത്തിൽ സ്വഹാബത്തിന്റെ ഒക്കെ വീട്ടുമുറ്റത്ത് സാധനമുണ്ട്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്പനേരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു അത്രേ, മറുപടി പറയുമോ? ഹദ്ദിസൂനി മാ ഹിയ. ഫഖാലു അല്ലാഹു വറസൂലുഹു അലം. സഹാബത്ത് പറഞ്ഞു, നബിയേ അല്ലാഹുവിനും അവന്റെ റസൂലിനും അറിയാം, ഞങ്ങൾക്കറിയില്ല ഹബീബേ, പറഞ്ഞു തരുമോ ഹബീബേ? ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ വല്ലാഹി മാ ഹിയ ഇല്ല നഖലാ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടുമുറ്റത്തുള്ളതാകുന്ന ഈന്തപ്പന വൃക്ഷമില്ലേ, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഉപമ മുസ്ലിമിന്റെ ഉപമയാ. അടി മുതൽ മുടി വരെ ഈന്തപ്പന വൃക്ഷം പ്രയോജനമുള്ളതുപോലെ മോമിനായ മനുഷ്യൻ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നവനാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഖുർആനും ഹദീസും വിഷയങ്ങൾ മാത്രമല്ല പഠിക്കൽ. എന്തുകൂടി പഠിപ്പിച്ചു കൊടുത്തിരുന്നു? ജനറൽ നോളേജ് ഇട്ട് കൊടുക്കാൻ. അടി മുതൽ മുടി വരെ ഉപയോഗപ്രദമാകുന്ന ഒരു വസ്തുവിനെ നിങ്ങൾ പറയാതിരുന്നപ്പോൾ അവരോട് പറഞ്ഞു, അതേതാണ്? ഈന്തപ്പന വൃക്ഷമാണ്. എന്നിട്ട് അതിലൂടെ ആത്മീയം കൂടി കൂട്ടിക്കലർത്താൻ, ഭൗതികം കൂടി അതിനോടൊപ്പം തന്നെ ആത്മീയം കൂടി സമന്വയിപ്പിക്കാൻ. അതേപോലെയാണ് ആര്? ഒരു മോമിനായ മനുഷ്യൻ. മോമിനായ മനുഷ്യന്റെ അടി മുതൽ മുടി വരെ മറ്റുള്ളവർക്ക് പ്രയോജനം. സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നു, രണ്ട് തരം ഇൽമുകൾ പഠിപ്പിക്കണം. ദുന്യവിയായതും ഉഖ്റവിയായ ഇൽമുകളും പഠിപ്പിക്കണം. ദുന്യവിയായത് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ എന്തുകൂടി വേണം? ഉഖ്റവിയായ ഇൽമും കൂടി വേണം. അതാണ് നമ്മുടെ ലക്ഷ്യവും. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ. ദുനിയാവിൽ നമുക്ക് നന്മ വേണം, ആഖിറത്തിലും വേണം നന്മ, ഖൈർ വേണം. അവൻ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, മക്കൾക്ക് ഭൗതികമാകുന്ന അറിവ് കൊടുക്കണം. പക്ഷെ അതോടൊപ്പം എന്ത് വേണം? ളുഹറിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ അവനോട് നിസ്കാരിക്കാൻ പറയണം. ളുഹറുമില്ല, അസറുമില്ല, മഗ്‌രിബുമില്ല, ഒന്നുമില്ല. രാത്രി വരുമ്പോൾ ഫുഡടി, കുഴിമന്തി, കിഴി പൊറോട്ട, അതും വെച്ചോണ്ട് ഒറ്റ കൊടുത്തോണ്ട്. നിസ്കാരം കൂടി മക്കൾക്ക് നിർബന്ധമാക്കണം. അവിടെയാണ് വിഷയം. താളപ്പിഴവ് വരുന്ന അവിടെയാണ്. നമ്മളെല്ലാം കൊടുക്കാൻ പറഞ്ഞപ്പോ എല്ലാവരും ഇപ്പൊ ഭൗതികത്തിന് മാത്രം മുൻഗണന. മദ്രസ വിദ്യാഭ്യാസം ചുരുക്കി അരമണിക്കൂറാക്കി കൊണ്ടുപോകും. 1 മണിക്കൂറുള്ളത് ഇപ്പൊ അരമണിക്കൂറാണ്. വരാനും പോകാനും പല്ല് കേൾക്കാനും കുളിക്കാനും എല്ലാം കൂടെ ആ സമയത്താണ് വെച്ചിരിക്കുന്നത്. എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നേരെ പള്ളിയിലേക്ക് മദ്രസയിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ഉസ്താദിനോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, വാപ്പാനെ വിളിച്ചിട്ട്, അരമണിക്കൂറിനുള്ളിൽ വിടണേ മോന്, 7:50 ബസ് വരും, അതുകൊണ്ട് 7:30 വിട്ടേക്കണം. എപ്പോഴാണ് ഇങ്ങോട്ട് വിട്ടത്? 7:15 ഹൈവാനെ വിട്ടത്. 7:30 വിടണോ? അപ്പം ഇവിടെ വന്ന് ഉസ്താദിനോട് അസ്സലാമു അലൈക്കും 2 കൈ മുട്ടിയിട്ട്, മറ്റേ ഹദറുൽ അസ്വദിനെ കൈ വെച്ചേക്കുന്ന പോലെ മുത്തിയിട്ട് തിരിച്ചു പോകാനേ സമയമുണ്ടോ?
എന്നിട്ട് പരീക്ഷയ്ക്ക് തോറ്റു പോകുമ്പോൾ ഉസ്താദിന്റെ നേരെ കുതിര കയറുകയാണ്. ഒന്നും പഠിപ്പിക്കാത്ത ഉസ്താദന്മാരാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പണ്ട് ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇല്ല ഉസ്താദ് ഉണ്ടായിരുന്നു, അയാൾ നല്ല വൃത്തിക്ക് പഠിപ്പിക്കുമായിരുന്നു. അന്ന് നീ ചൊറിയ കുത്തിയിരിക്കുക, ഫുള്ള് മദ്രസയിലായിരുന്നു. രാവിലെ കയറിയ വൈകുന്നേരം ഇറങ്ങുള്ളൂ. അപ്പം ഇഷ്ടം പോലെ സമയമുണ്ട്, ഉസ്താദും പഠിപ്പിക്കും. ഇപ്പം 5 മിനിറ്റേ മകനെ മദ്രസയിലോട്ട് വിട്ടിട്ടുള്ളൂ. അതാണ് അന്നത്തെ പഠിത്തവും ഇന്നത്തെ പഠിത്തവും വ്യത്യാസം. മറ്റേത് പകല് മുഴുവൻ മദ്രസയുള്ള ദിവസങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ശനിയും ഞായറും പോലും എല്ലാം ചുരുക്കി. എല്ലാ നാട്ടുകാർക്ക് വേണ്ടി എല്ലാം സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ആ ദിവസങ്ങൾ പോലെ കല്യാണങ്ങൾക്ക് പങ്കെടുക്കുന്നു, മറ്റു കാര്യങ്ങൾക്ക് പോകുന്നു. മദ്രസയ്ക്ക് നമ്മൾ വലിയ പ്രാമുഖ്യം കാണിക്കുന്നില്ല. വലിയ അപകടമാണത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, എന്ത് വേണം? ഭൗതികം വേണം. ഇത് കേട്ടോണ്ട് ഇത് മാത്രം വിടരുത്, രണ്ടും വേണം. പക്ഷെ മുൻഗണന എന്തിനു കൊടുക്കണം? ആത്മീയതയ്ക്ക് കൊടുക്കണം. അതാ തഴവാ ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. എന്ത്? ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യ കൊള്ളാം, നല്ലതാണ്, പഠിപ്പിക്കണം. പക്ഷെ എന്ത് വേണം? ആത്മീയ വിദ്യ അതിൻ്റെ ബ്രേക്കാണ്. അതിലിട്ടിങ്ങനെ കൊണ്ടുപോകണം കറക്റ്റായിട്ട്. എത്ര കറക്റ്റാണ് പറഞ്ഞത്? ആത്മീയത വിട്ടുപോകാൻ പാടില്ല, അത് ബ്രേക്കാണ്. ആക്സിലേറ്ററാണ് മറ്റേത്. അതിലിങ്ങനെ കൊടുത്തു പോകുമ്പോൾ ചവിട്ടേണ്ട ചില സ്ഥലങ്ങളുണ്ട്, ളുഹർ, അസർ, മഗ്രിബ്. അപ്പൊ കറക്റ്റ് ബ്രേക്ക് ഇട്ടിട്ട് അവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തണം. ആണാ പറഞ്ഞതിന്റെ അർത്ഥം. ബ്രേക്ക് ഇടണം. അതിങ്ങനെ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ ഹലാക്ക്. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പിടുത്തം വേണം. ഞാൻ ചോദിക്കട്ടെ, ഈ എത്ര ളുഹർ എത്ര അസറാണ് പോയത് ഈ പഠിക്കാൻ പോയ കാലയളവ് മുതൽ? ഇത് ഖളാവ് എല്ലാവരും വീട്ടുന്നുണ്ടോ? എവിടെ വീട്ടു? ഒരു ഖളാവ് വീട്ടലുമില്ല. നമ്മൾ ഈ നിസ്കാരങ്ങൾക്കൊന്നും വേണ്ട രീതിക്കുള്ള ഒരു തർബിയത്ത് മക്കൾക്ക് കൊടുക്കുന്നില്ല. അതൊന്നും നിസാരവൽക്കരിക്കപ്പെട്ടു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതിന്റെ അപകടം വലുതാണ്. അള്ളാഹുവേ, നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ, നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സ് പിരിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മകനാകുന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുകയാണ്, വാപ്പാ, മുത്തുനബി ചോദിച്ചതാകുന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി ഈന്തപ്പനയായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബി നീ പറയാനോ മറ്റൊന്നുമല്ല, വാപ്പയാകുന്ന നിങ്ങളും മുത്തുനബിയാകുന്ന അഷ്റഫുൽ ഖൽഖാകുന്ന താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി റളിയല്ലാഹു അൻഹുവിനൊക്കെ ഉള്ള ഒരു സദസ്സിൽ ഒരു വിനയം വേണ്ടേ? പിള്ളേർ കയറി ചാടി ഉത്തരം പറയുന്നത് ശരിയല്ല. ആ വിനയം വെച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത്. സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അതും പഠിക്കാനുള്ളതാണ്. അദബാണ്. ചില സദസ്സ് നമുക്കറിയാമെങ്കിൽ നമ്മൾ ഒച്ചപ്പാടിട്ട് ബാപ്പായും ഉമ്മയും കൊച്ചാക്കാൻ പാടില്ല. അവരവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിനയം കാണിക്കണം. അല്ലെങ്കിൽ അവരുടെ ചെവിയിൽ കാതിൽ പറയാന്നല്ലാതെ പരസ്യമായിട്ട് പറഞ്ഞ് നമ്മൾ ഗമ വെക്കാൻ പാടില്ല. പക്ഷെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ പൊന്നുമോനെ, നിനക്കത് അറിയാമായിരുന്നെങ്കിൽ നീ പറയാമായിരുന്നില്ലേ? ലഇൻ ഖുൽതഹാ ലഅൻ തകൂന ഖുൽതഹാ അഹബ്ബ ഇലയ്യ മിൻ അൻ തകൂന ലീ കദാ വകദാ. പൊന്നുമോനെ, നീ ആ വിഷയം പറയുകയായിരുന്നെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനത്തിന്റെ സുദിനമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. മകനോട് പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എഴുതി തന്നതെന്നറിയാം, പിരിക്കുമ്പോൾ ആദ്യം എൻ്റെ അടുത്ത് പിരിക്കണേ, ഞാൻ പൈസ തരാം. അങ്ങനെയല്ലേ എഴുതി? അങ്ങനെയല്ല, പിരിവ് മറക്കല്ലേ എന്നാണ്. അവർക്ക് പിരിവ് ചോദിക്കുമ്പോൾ ആദ്യം എന്നോട് ചോദിക്കണം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. പിരിക്കാറായോ? സമയല്ലേ? മേയോ? പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ പോകാൻ തുടങ്ങി. കുൽസൂരണ്ടി വരുമെന്ന് പേടിച്ചിട്ട് കുൽസും ബീവിയൊക്കെ ആദ്യം ഓടി. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. അത് തീർത്താണ്, വേഗം തീർത്താം. നിങ്ങളതാണ് ഈ പറഞ്ഞ് നടക്കുന്നത്. നിങ്ങളിങ്ങനെ നടക്കുന്നുണ്ട് കരയ്ക്ക്. മൂപ്പർക്ക് അതിൻ്റെ ഒരു ബേജാറുണ്ടല്ലോ. അവിടെ ഇരുത്ത്, ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്തു. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ആദ്യം മദ്രസ വേണോ വേണ്ടേന്ന് തീരുമാനിക്കണ്ടേ? അതാദ്യം പറയും. അത് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മദ്രസയ്ക്ക് വേണ്ടി ചോദിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ നിർത്താൻ പോകും, അധികം പോകില്ല. 10 മിനിറ്റിനുള്ളിൽ എല്ലാം കഴിയും ഇൻഷാ അല്ലാഹ്. ശ്രദ്ധിക്കും. ഒരൊറ്റ ചരിത്രം കൂടി.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വിഷയം ഇതായതുകൊണ്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇത് പഠിക്കണമല്ലോ, പഠിക്കാതെ നമ്മൾ വിട്ടിട്ട് കാര്യമില്ല. എന്താണ് ഈ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്? പഠിക്കണം. നിങ്ങൾ നോക്കൂ, ഭൗതിക വിദ്യാഭ്യാസം കൊണ്ടുണ്ടായ അപകടങ്ങൾ നിസ്സാരമല്ല. 1945 ഓഗസ്റ്റ് 6-ാം തീയതിയാണ് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ അണുബോംബ് വർഷിക്കുന്നത്. അതേ മാസം തന്നെ 9-ന് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചു. ലക്ഷക്കണക്കിന് ആളുകളാണ് വെന്തുരുകി മരിച്ചുപോയത്. അര സെക്കൻഡ് കൊണ്ട് തന്നെ ശരീരത്തിലേക്ക് വീണതാകുന്ന അണുബോംബുകൾ കാരണമായിട്ട് ശരീരത്തിലേതാകുന്ന അവയവങ്ങൾ, മാംസതലങ്ങൾ വെന്തു ഉരുകി ഒരൽപ്പം തണുപ്പ് കിട്ടാൻ വേണ്ടി ജലാശയത്തിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് മരണം വരിച്ചവരുടെ എണ്ണവും ലക്ഷക്കണക്കിനാണ്. അല്ലാതെ മുറിവുകൾ പറ്റി മാസങ്ങളോളം നിലകൊണ്ടുകൊണ്ട് മരണപ്പെട്ടവർ ആളുകൾ ഇഷ്ടം പോലെയാണ്. 2023 നമ്മൾ ഈ സംസാരിക്കുന്നതാകുന്ന ഈ സമയത്തും അതിൻ്റെ അനുരണങ്ങൾ ഇന്നും അവിടുത്തെ തലമുറകളിലുണ്ട്. മാരകമാകുന്ന രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് തലമുറകൾ കഴിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ അപകടകരമാകുന്ന അണുബോംബാണ് അന്ന് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ഇട്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ അറിവ് അമേരിക്കക്ക് നൽകിയത് ഭൗതികമാകുന്ന അറിവാണ്, ആത്മീയതയല്ല. ഭൗതികമാകുന്ന അറിവ് കൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളാണ് ഈ പറയുന്നത്. ഒരാളെ കൊല്ലാനും കൊല ചെയ്യിക്കാനും ഉപയോഗിക്കാനുള്ള അറിവുകളാണ് ഭൗതികം. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ വന്ദനാദാസ് എന്ന് പറയുന്ന ഒരു സഹോദരിയെ കൊല ചെയ്തത് നമ്മൾ കണ്ടില്ലേ? മൃഗീയമായ നിലയിൽ കൊലപ്പെടുത്തിയത് കണ്ടില്ലേ? കൊലപ്പെടുത്തിയ വ്യക്തി ആരാൻ? സന്ദീപ് എന്ന് പറയുന്നതാകുന്ന അധ്യാപകനാണ്. വിവരമില്ലാത്തവനല്ല. വിവരം കൂടിയപ്പോ കള്ളും കഞ്ചാവുമായി മാറി. ഭൗതികം പഠിച്ച് കള്ളും കഞ്ചാവും അടിച്ച് ലഹരിക്കടിമപ്പെട്ട വ്യക്തി, പ്രതിയായി അവൻ ഹോസ്പിറ്റലൈസ് ചെയ്ത വ്യക്തി, അവിടെ ഇരിക്കുന്നതാകുന്ന ഒരു കത്രി എടുത്തുകൊണ്ട് ഈ പാവപ്പെട്ടതാകുന്ന അവനെ ശുശ്രൂഷിച്ചതാകുന്ന പാവപ്പെട്ട ഒരു സഹോദരി ഒരു ഡോക്ടറാകാൻ വേണ്ടി എത്രയോ മാസങ്ങളുടെ വർഷങ്ങളുടെ അധ്വാനമാണ്. 4-5 വർഷം അവർ ഉറക്കമൊഴിക്കാൻ, രാവും പകലും അധ്വാനിക്കാൻ. നമ്മുടെയൊക്കെ മക്കൾ വ്യത്യസ്തമാകുന്ന പഠനങ്ങൾ പഠിക്കുന്നവരുണ്ട്. ഡോക്ടർ വിദ്യാഭ്യാസം നുകരുന്ന MBBS ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഉറക്കളപ്പും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എത്രയാണ്. എത്രയേറെ കുത്തുവാക്കുകളും അവഹേളനങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് എത്രയോ ദിവസങ്ങൾ ഉറക്കമൊഴിച്ചിട്ടാണ് അവർ ഈ വലിയതാകുന്ന ദൗത്യം നേടിയെടുത്തത്. ആ പ്രതിയാകുന്ന വ്യക്തിയെ ശുശ്രൂഷിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോഴാണ് അവൻ കാണിച്ചതാകുന്ന കുരുത്തക്കേടൊന്ന് മനസ്സിലാക്കി. അവനാരായിരുന്നു? ഭൗതിക വിദ്യാഭ്യാസം നേടിയ വ്യക്തിയാണ്. UP സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകനാണ്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ ഇസ്ലാം എന്നാൽ ദീൻ പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലാവൂല. പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ പഠിച്ചവൻ അല്പസ്വല്പം അവിടുന്ന് മുറിയൊക്കെ പഠിച്ചിട്ട് കുറച്ച് പഠിച്ചവൻ അവിടെ എവിടെ എന്തെങ്കിലുമൊക്കെ കേസിലകപ്പെടും. അതല്ല ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ റബ്ബിനെ പേടിച്ചുകൊണ്ട് ദീൻ പഠിച്ച് പൂർത്തിയാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ തെറ്റിലേക്ക് പോകില്ല, ഉറപ്പാണ്. അതാണ് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ വ്യതിരക്തത. ഇതാദ്യം നമ്മൾ തിരിച്ചറിയണം, നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളൊക്കെ സാലിഹാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ കലാലയങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞു വിടുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെയല്ലേ പഠിപ്പിക്കുന്നത്, മക്കളെ സാലിഹാക്കാൻ വേണ്ടി പ്രത്യേകമായി ചോദിക്കണേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് തേടുകയാണ്, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ, പടച്ച റബ്ബേ, സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. മക്കളെ ലഭിക്കലല്ല മുസ്ലിമേ നമുക്ക് വേണ്ടത്. മക്കൾ ഉള്ളത് തന്നെ സാലിഹായി കിട്ടലാണ്. നാളെ നീ മരിച്ച മണ്ണോട് ചേരുമ്പോ നിന്റെ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ എന്ന കൺകുളിർക്ക സലാത്ത് സലാം പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നതായ, ഖുർആനോദി ദുആ ഇറക്കുന്ന സാലിഹായ മകനെ വേണ്ടി അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് നീ വേർപെട്ടു പോകുമ്പോ 3 കാര്യങ്ങളാണ് നിനക്ക് ഗുണം ചെയ്യുക. അതിൽ മർമ്മപ്രധാനമാണ് ഔവലദുൻ സാലിഹുൻ യദൂലഹു. മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ മകനുണ്ടാവൽ അത്യന്താപേക്ഷിതമാണ്. വാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയതാകുന്ന ആളുകളില്ലേ,
ആ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നതായ മക്കളുണ്ടോ? തീർച്ചയായും രക്ഷയാണ്, രക്ഷയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവന്റെ ഖബറിൽ സംരക്ഷണമാണ്, എന്നെന്നും നിലനിൽക്കുന്നതായ വലിയതാകുന്ന പ്രതിഫലമാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ നിന്ന് നീ മരണപ്പെട്ടു പോയാൽ 6 അടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് പ്രകാശത്തിന്റെ അരുണോദയ കിരണവുമായി കടന്നു വരണമെങ്കിൽ നിന്റെ സാലിഹായ ഒരു മകനുണ്ടാകണം. പെങ്ങളെ, നിനക്ക് സാലിഹത്തായ പൊന്നുമോളുണ്ടാകണം. ഇല്ലയെങ്കിൽ വളരെ പ്രയാസമാണ്, പ്രയാസമാണ്. ഇന്നത്തെ തലമുറയുടെ പോക്കെങ്ങോട്ടാണ്? നഊദു ബില്ലാഹ്. ഇക്കഴിഞ്ഞ റമദാനിൽ കോഴിക്കോട് ജില്ലയിലെ ഒരു കലാലയത്തിലേക്ക് മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു കോഴ്സ് നടത്തി, അവർക്ക് വേണ്ടി ഒരു ക്ലാസ് നടത്തിയിട്ട് മക്കളോട് പ്രത്യേകമായിട്ട് കൗൺസിലിംഗ് നടത്തിയപ്പോ അതിൽപ്പെട്ട പെൺകുട്ടികളുടെ വർത്തമാനം അതിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ആശങ്കയോടുകൂടി ലോകരോട് പങ്കുവെക്കുകയാണ്. നഊദു ബില്ലാഹ്. എത്രയോ മുസ്ലിം സഹോദരിമാരാണ് അവരുടെ കൂടെ പഠിക്കുന്ന സഹോദരിമാരുമായി ലസ്ബീനുകളായി ജീവിക്കുന്നത്. കൂടെ പഠിക്കുന്ന സഹോദരിമാരുമായി ശാരീരികമാകുന്ന ബന്ധപ്പെട്ട് ഇണക്കുരുവികളെ പോലെ സ്വവർഗരതി അനുരാഗികളായി ഞങ്ങൾ ഇനി ഒരുമിച്ചേ ജീവിക്കുന്നുള്ളൂ, ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കാൻ തുനിയുകയാണെന്ന് പറഞ്ഞ് സ്വന്തം മാതാപിതാക്കളെ തൃണവൽഗണിച്ച്, സ്വന്തം കുടുംബത്തെ തൃണവൽഗണിച്ച് പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളെ കാറ്റിൽ പറത്തി അള്ളാഹുവിന്റെ ദീനിന് അനുസൃതമായ ജീവിതം നയിക്കാതെ മോശപ്പെട്ട രതിക്രീഡയിലേക്ക് പോകുന്നില്ലേ? അത്തരത്തിലുള്ള ജീവിതം നയിക്കുന്നതായ സഹോദരിമാർ കൂടി വരുകയാണ്, കൂടി വരുകയാണ്. ഭയപ്പെടേണ്ട ലോകത്തേക്കാണ് മുസ്ലിമേ നമ്മൾ പോകുന്നത്. പുരുഷനുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട് പരസ്പരം രതിക്കേറടയിൽപ്പെട്ട് സ്വവർഗരതി അനുരാഗികളായി മാറുക മാത്രമല്ല, ഒരുമിച്ച് കഴിയാ തീരുമാനിക്കുകയാണ്, ഒരുമിച്ച് കഴിയാ തീരുമാനിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ അന്യരാകുന്ന പരപുരുഷന്മാരുമായി എന്റെ പൊന്നുമോള് ബന്ധം വരുമോ എന്ന് പേടിച്ചുകൊണ്ട് അകത്തളത്തിൽ ഇരുന്നതായ മുസ്ലിമേ, ഇനി പേടിക്കേണ്ടത് എന്റെ മകൻ മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്ന് എന്റെ മകനും മറ്റൊരു പുരുഷനുമായി ഒരുമിച്ച് വിവാഹം കഴിച്ച് കഴിയുന്ന കാലഘട്ടത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ്. സ്വന്തം മകൾ മറ്റുള്ള പരസ്ത്രീകളുമായി, അവരുടെ കൂടെ പഠിക്കുന്നതായ സഹോദരിയുമായി, കോളേജിൽ പഠിക്കുന്നതായ കോളേജ് കുമാരിമാരുമായി, ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് തുടങ്ങി വെച്ചതാകുന്ന വഴിവിട്ടതാകുന്ന ബന്ധത്തിന്റെ അവസാന ഭാഗത്തിന്റെ എപ്പിസോഡിലേക്ക് എത്തുകയാണ്. മകളതാ മറ്റൊരു സ്ത്രീയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. അവരുമായി ഒന്നിച്ച് കഴിയാൻ തീരുമാനിക്കുകയാണ്, ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയാണ്, ഒന്നിച്ച് വിവാഹം കഴിച്ച് എക്കാലഘട്ടത്തിലും ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ മിൻഹാ നിക്കാഹുർ റജുലി അർറജുല. ലോകാവസാനം കടന്നു വരുമ്പോ പുരുഷനെ ലൈംഗിക വീഴ്ച നടത്തിയിട്ട് വിവാഹം കഴിക്കുന്ന കാലഘട്ടം കടന്നു വരും അത്രേ. വനിക്കാഹുൽ മർഅതി അൽ മർഅത. സ്ത്രീകളുമായി ലൈംഗിക വീഴ്ച നടത്തി ലെസ്ബിയനുകളായി മാറുന്ന യുഗത്തിലേക്ക് ലോകമെത്തിപ്പെട്ടാൽ ലോകാവസാനത്തെ പ്രതീക്ഷിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. ചെളിങ്ങാടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. എന്റെയും നിങ്ങളുടെയും മക്കളുടെ ഭാവി തലമുറ ഓർത്തുകൊണ്ട് ആശങ്കപ്പെടേണ്ട ലോകത്തെ കുറിച്ചാണ് റസൂലുള്ള പറയുന്നത്. എത്രയോ മുസ്ലിം അംഗമാര്, സഹോദരിമാർ അത്തരത്തിലുള്ള ചിന്തയുമായി ജീവിക്കുന്നവരുണ്ട്. മക്കളെ പെൺകുട്ടികളുടെ മാത്രം പഠിക്കുന്ന കോളേജിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നമുക്കൊരാശ്വാസം ഉണ്ടായിരുന്നു. സ്വന്തം മകളുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരികൾ വന്ന് അവളെ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ക്ഷണിക്കുമ്പോ മകളെ മറ്റുള്ള കൂട്ടുകാരികളോടൊപ്പം വിടാൻ നമുക്ക് മടിയില്ല. എന്നാൽ ഇനി ഭയക്കണേ, ഭയക്കണേ, അത്തരത്തിലുള്ളതാകുന്ന അവസ്ഥയിലേക്കാണ് ലോകം പോകുന്നത് എന്ന് ഈ കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാര് വരെ ആശങ്ക നമ്മളോട് പങ്കുവെക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര സുവ്യക്തമാണ്, സുവ്യക്തമാണ്. മാതാപിതാക്കളെ തൃണവൽഗണിച്ചുകൊണ്ട് കോടതികളിൽ നിന്ന് കിട്ടിയതാകുന്ന സ്വീകാര്യത വെച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ച് സ്വന്തം
അടുക്കൽ നിന്ന് പോലും മാറി നിന്നുകൊണ്ട് ജീവിക്കുന്ന അത്തരത്തിലുള്ളതാകുന്ന കാമുകന്മാരെ, അത്തരത്തിലുള്ളതാകുന്ന ലസിബീനുകളെ, അത്തരത്തിലുള്ള കേകളെ ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ വല്ലാതെ അധികരിച്ചു വരുവയാ. അത്തരത്തിലുള്ള സംഭവങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുന്നവരല്ലേ, ദർശിക്കുന്നവരല്ലേ. അതുകൊണ്ട് മക്കൾക്ക് നൽകണേ, ദീനീ ബോധം കൊടുക്കണേ. അല്ലാഹ് ആരാണെന്ന് പഠിപ്പിക്കണം. യുക്തിവാദവും നിരീശ്വരവാദവും പടച്ചറപ്പില്ല എന്നുള്ളതായ മതനിരാസത്തിന്റെ വക്താക്കളും വല്ലാതെ കൂടി വരുന്ന കാലഘട്ടമാണ്. ലോകത്ത് 3-ാം സ്ഥാനത്തേക്ക് എത്തിസം വല്ലാതെ പടർന്നു വന്നിരിക്കുകയാണ്. മതനിരാസം വല്ലാതെ കൂടി വരുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ ദീൻ എന്താണെന്നുള്ളത് മക്കളെ പഠിപ്പിക്കണേ. അല്ലാഹ് ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന കലാലയത്തിലേക്ക് പറഞ്ഞുവിട്ട മക്കൾ പോലും പിഴച്ചു പോകുന്ന കാലഘട്ടമാണിതെന്ന് ചിന്തിക്കണേ. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത പുലർത്തണേ. മക്കൾക്ക് ഭൗതികമാകുന്ന അറിവിനേക്കാൾ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന അറിവിനെ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന അറിവിനെ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ അനിവാര്യമാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ, മരണപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്നത് നിന്റെ മകന്റെ പ്രാർത്ഥനയാണ്. ഇന്നിന്റെ മക്കൾ, ഞാൻ എന്റെ പ്രിയപ്പെട്ട ചെളിങ്ങാടുള്ള ഉപ്പമാരോട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി ചോദിക്കുകയാണ്, ഇന്ന് നിങ്ങൾക്കുള്ള നമുക്കുള്ള മക്കള് നാളെ മരിച്ച് നിങ്ങൾ ഖബറിന്റെ സമീപത്തേക്ക് പോയാൽ, നിങ്ങളെ ഖബറടക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ മകര് ഖബറിന്റെ സമീപത്തേക്ക് വരുമോ? മകൻ എത്ര ആഴ്ച വരുമൊന്ന് ചിന്തിക്കൂ വാപ്പാ. നിങ്ങളെ മകൾ എത്ര ഖുർആനോതും പ്രിയപ്പെട്ട ഉമ്മ. കള്ളു കുടിച്ച് രസിച്ച് രമിച്ച് സിനിമ കണ്ട്, സീരിയൽ കണ്ട്, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങൾ കഞ്ഞമല്ലൊലിപ്പിക്കുന്നതായ മുസ്ലിം സഹോദരങ്ങളായി കോളേജ് കുമാരിമാർ ഒരുമിച്ചിരുന്നു കൊണ്ട് കുപ്പി പൊട്ടിച്ചിട്ട് അതിന്റെ ചിത്രങ്ങൾ പരസ്യമായി ഫേസ്ബുക്കിലും പരസ്യമായിട്ട് ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ വരെ തന്റെ സമൂഹത്തിൻ്റെതാകുന്ന ആളുകളിലേക്ക് തന്റെ ജീവിതത്തെ പരിപൂർണമായി വ്യക്തമായി കാണിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് മുസ്ലിം സമുദായത്തിലെ അംഗമാര് പോലും മാറിപ്പോയി എങ്കിൽ ആഖിറത്തെ ഭയപ്പെടാത്ത ലോകത്തേക്കാണ് നമ്മുടെ തലമുറ പോകുന്നത് എന്നുള്ള ചിന്ത വേണേ. അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തെ നിസാരവൽക്കരിക്കരുതേ. അതിന് പ്രാമുഖ്യം കൊടുക്കൽ അനിവാര്യമാണ്. +2 തരയുള്ള വിദ്യാഭ്യാസം മാത്രമല്ല, നേരത്തെ ബഹുവന്നിരാകുന്ന ഉസ്താദ് അവറുകൾ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ ഖതീബ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ക്ലാസുകൾ നടക്കുമ്പോൾ അതിൽ കൃത്യമായി നമ്മുടെ പെൺമക്കളെയെല്ലാം പരിപൂർണമായി പങ്കെടുപ്പിക്കൽ അനിവാര്യമാണ്. കാരണം എത്ര പഠിച്ചാലും തീരുകയില്ല ഇൽമ്. അല്ലാഹുവിന്റെ ഇൽമ അപാരമാ, അജയ്യമാ. അതിന് പരിധിയില്ല, പരിമിതിയില്ല. മനസ്സിലാക്കണേ. ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.